ഇയാളുടെ കൂടെ തന്നെ ജീവിക്കുന്ന ഒരാള്, നടക്കുന്ന ഒരാള് ഇയാൾക്കെതിരെ പരാതി കൊടുക്കാൻ എവിടെ പോകും? എവിടെ പോയി പരാതി കൊടുക്കും? പരാതി കൊടുക്കാൻ അവർക്ക് പറ്റുമോ? ഞാൻ ചോദിക്കുന്നതാണ്, പറ്റുമോ? സൂചന പോലും ആരാണ് ഇവർക്ക് പുറകിലുള്ളതെന്ന് തന്നില്ലേ അവർ? നിങ്ങൾ ഇത്രയും ഇന്റിമേറ്റ് ആയിട്ട് സംസാരിക്കുന്നു, ഭാവി ജീവിതത്തെ പറ്റി സംസാരിക്കുന്നു. അപ്പൊ ഈ ശബ്ദങ്ങൾ പോലും ഞങ്ങളുടെ ഫോണുകൾ ഹാക്ക് ആവുമായിരുന്നു ഏത് സമയവും. ഞങ്ങൾ ഫോണിൽ ഇതുപോലെ ഇന്ററപ്ഷൻസ് വരുമ്പോ അപ്പൊ കട്ട് ചെയ്യും. പിന്നെ സംസാരിക്കാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പൊതുസമൂഹം ഒരു ലാർജ് എക്സ്റ്റെന്റ് പറയുന്നത് സനൽകുമാർ ശശിധരന്റെ ഭ്രാന്താണെന്നാണ്. തോക്കിൻ മുനയില് ഭയപ്പെടുത്തി ജീവിച്ചിട്ട് അവർക്ക് എന്താണ്, ഈ പുറകിലുള്ളവർക്ക് എന്താണ് കിട്ടാനുള്ളത്? അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിച്ചാൽ മഞ്ജു വാര്യർ അവർക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഈ ഗവൺമെന്റ് കൊടുക്കേണ്ടതാണ്, സംവിധാനം ലോ ആൻഡ് ഓർഡർ കൊടുക്കേണ്ടതാണ്. കൊടുക്കും എന്ന് പറയുന്നു. അല്ല ഗൗതം, ഇത് കൊടുക്കുമല്ലോ, ഇവിടെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു വാലിഡ് ആയിട്ടുള്ള പരാതിയല്ലേ കൊടുക്കുന്നത്? മീഡിയ ഉൾപ്പെടെ, പോലീസ് സിസ്റ്റം ഉൾപ്പെടെ, ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാവരും ഇതിനെ മറച്ചുവെക്കുക ചെയ്യുന്നത്. എന്തിനാണ് അത് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറയുന്നത് ഞാൻ ഫോർജഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ഉണ്ടാക്കുന്നത്, ഫോർജഡ് ആയിട്ടുള്ള വോയിസ് മെസ്സേജ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? തോന്നാത്തിടത്തല്ല, അവർക്ക് സുരക്ഷിതത്വം ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് മഞ്ജു വാര്യരുടെ കാര്യം മാത്രമല്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മഞ്ജു വാര്യർ കൊല്ലപ്പെടും, അവര് തടവറയിലാണ്, ഈ ഒരു ഭീതി ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റില്ലേ? ഇതിപ്പോ ഞാനിപ്പോ ഗൗതമിന്റെ മുന്നിലല്ലല്ലോ ഈ വോയിസ് റെക്കോർഡ് വച്ചിരിക്കുന്നത്. ഞാൻ ഈ വോയിസ് റെക്കോർഡ് വെച്ചിട്ട് പരാതിയല്ലേ കൊടുത്തിരിക്കുന്നത്. ചലച്ചിത്ര സംവിധായകൻ സനൽകുമാർ ശശിധരനാണ് നമ്മോടൊപ്പം ഉള്ളത്. സനൽകുമാർ, നമസ്കാരം. ഒരു സംവിധായകൻ, കലാകാരൻ എന്ന നിലയിൽ താങ്കളോട് ബഹുമാനവും ആദരവൊക്കെ ഉണ്ട്. പക്ഷെ നിലവിൽ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അതായത് മഞ്ജു വാര്യരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നടത്തുന്ന പ്രവൃത്തി, ഇത് പലർക്കും താങ്കളോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ ഇല്ലാതാക്കുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു വിഷയം. മഞ്ജു വാര്യർക്ക് അവരുടെ സഹോദരനുണ്ട്, മധു വാര്യരുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ മദറായിട്ടുള്ള ഗിരിജ മാധവുണ്ട്. ഇവർക്കൊന്നുമില്ലാത്ത ആശങ്ക എന്തിനാണ് യഥാർത്ഥത്തിൽ സനൽകുമാർ ശശിധരന് മഞ്ജു വാര്യരുടെ മേലുള്ളത് എന്നൊരു വളരെ പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. താങ്കൾ നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യം എന്താണ്? മഞ്ജു വാര്യർ ആരുടെയൊക്കെയോ തടവറയിലാണ്. അവരുടെ മാനേജർമാരായിട്ടുള്ള ബിനീഷ് ചന്ദ്രൻ, അതോടൊപ്പം തന്നെ ബിനു നായർ, ഇവരൊക്കെ മഞ്ജു വാര്യരെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നു. മഞ്ജു വാര്യർക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉത്തരവാദികളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് താങ്കൾ പറയുന്നത്. മഞ്ജു വാര്യർ ഒരു തോക്കിൻ മുനയിൽ വളരെ ഭയന്നാണ് ജീവിക്കുന്നത്. നമ്മൾ ഇത്രയും കാലത്തെ മഞ്ജു വാര്യരുടെ ജീവിതം ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ പൊതുസമൂഹത്തിന് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? മഞ്ജു വാര്യർ വളരെ സ്വതന്ത്രയായിട്ടാണ് ജീവിക്കുന്നത്. അവർ വിദേശത്ത് യാത്ര ചെയ്യുന്നു, സോളോ ട്രിപ്പ് ബൈക്കിൽ നടത്തുന്നു. അപ്പൊ അങ്ങനെയുള്ള മഞ്ജു വാര്യർ എങ്ങനെയാണ് തടവറയിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക? യഥാർത്ഥത്തിൽ ഏത് രീതിയിലാണ് മഞ്ജു വാര്യർ തടവറയിലായിരിക്കുന്നത്? ഇതിനകത്ത് ഒന്ന്, ഈ കമന്റ് എഴുതുന്ന ആളുകൾക്ക് മനുഷ്യത്വം എന്ന് പറയുന്നതിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോ എനിക്ക് ഒരാളുടെ ഒരാള് ഒരു മാഫിയ തടവറയിലാണ് എന്ന് മനസ്സിലായാൽ അതേപ്പറ്റി പറയണമെങ്കിൽ ഞാൻ അയാളുടെ സഹോദരനോ അച്ഛനോ അമ്മയോ ഒക്കെ ആയിരിക്കണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മനുഷ്യത്വത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കിപ്പോ ഗൗതം ഒരാളുടെ പിടിയിലാണ്, ഗൗതമിനെ ഒരാള് തോക്ക് മുനയിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്നുവെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഗൗതം എന്റെ ആരുമല്ലെങ്കിലും ഞാനത് സൊസൈറ്റിയോട് വിളിച്ചു പറയേണ്ടത് എന്റെ കടമയാണ്. ഒരു പൗരൻ എന്നുള്ള നിലയിൽ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എന്റെ കടമയാണ്. ഞാനിത് മഞ്ജു വാര്യരുടെ ജീവിതം ആപത്തിലാണെന്നോ അല്ലെങ്കിൽ അവരൊരു തടവറയിലാണെന്നോ മനസ്സിലാക്കുന്നത് വഴിയെ പോയപ്പോ ജനാലയിലൂടെ കണ്ട കാഴ്ചയല്ല. ഞാനൊരു ഫിലിം മേക്കറാണ്. ഞാനും മഞ്ജു വാര്യരും ചേർന്നിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഏതാണ്ട് 2018 മുതൽ 2019 അവസാനമൊക്കെയാണ് ഞാൻ ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അത്രയും കാലം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും 2019 ശേഷം ഞങ്ങൾ മറ്റൊരു സിനിമ ചെയ്യാൻ വേണ്ടിയുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഏതാണ്ട് ഒരു 2-3 വർഷത്തെ പരിചയം കൃത്യമായിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ പുറത്ത് പറയുക എന്നത് എന്റെ ഒരു ധർമ്മമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോ അതല്ലാതെ കുറെ ആളുകൾ വന്നിട്ട് ഈ പബ്ലിക് പെർസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പ്രത്യേകിച്ചും ഓൺലൈൻ മീഡിയാസ് ഒക്കെ ഒരു തത്വദീക്ഷയും ഇല്ലാത്ത ധാരാളം വീഡിയോസ്, ഇപ്പൊ എനിക്ക് ഭ്രാന്താണെന്നും എന്നോട് ഒരു തവണ പോലും സംസാരിച്ചിട്ടില്ലാത്ത ആളുകൾ
ഒരു വലിയ പ്രസ്താവന നടത്തുന്നു, സനൽകുമാർ ശശിധരന് ഭ്രാന്താണ്, അയാൾ പറയുന്നതൊക്കെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് യാതൊരു തരത്തിലും എന്നോട് സംസാരിക്കുകയോ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെ ഇത്തരത്തില് വിധി പ്രസ്താവന നടത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഒരു ഓർഗനൈസ്ഡ് ക്രിമിനൽസിന് ഇതുപോലെ ഒരു വളരെ പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ്, ഒരു സ്ത്രീയെ തടവിൽ വെച്ചിട്ട് എന്തും ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ ലോകത്തിലുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ മഞ്ജു വാര്യർ സോളോ ട്രിപ്പ് നടത്തുന്നു, മഞ്ജു സിനിമ ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു, ഇതെല്ലാം പബ്ലിക് പെർസെപ്ഷൻ അല്ല എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഞാൻ ഈ കഴിഞ്ഞ 2019 അവസാനം മുതൽ 2020 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ പലപ്പോഴായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഞങ്ങളെ പരസ്പരം കാണാൻ അനുവദിക്കുന്നില്ല, ഞങ്ങൾ ഒന്നിച്ച് ചെയ്ത സിനിമ പുറത്തു വരുന്നില്ല, അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇതേക്കുറിച്ച് ഈ സ്ത്രീയോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഞാൻ തടവിലാണ്, എനിക്ക് എന്റെ ജീവന് പ്രശ്നമുണ്ടെന്ന് മാത്രമല്ല എന്റെ മകളുടെ ലൈഫിന് പ്രശ്നമുണ്ട്, ഞാനിത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ കൊല്ലപ്പെടും എന്ന് എന്നോട് പറഞ്ഞ കാര്യം ഞാനത് പുറത്ത് പറയുമ്പോ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് ഞാൻ പറയുന്നത് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സ്ത്രീയെ പറ്റിയല്ല, പുറത്തിറങ്ങി സഞ്ചരിക്കാത്ത ഒരു സ്ത്രീയെ പറ്റിയല്ല. ഞാൻ പറയുന്നത് പബ്ലിക് സ്ഫിയറിൽ നിൽക്കുന്നതും ഈ പബ്ലിക് പെർസെപ്ഷൻ കൊണ്ട് ഇവര് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്ന് ആളുകൾക്ക് ബോധ്യം ഉണ്ടാക്കിയിരിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ത്രീയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ പത്രക്കാർക്ക് ആർക്കെങ്കിലും ചോദിക്കാം, മഞ്ജു വാര്യരെ പറ്റി സനൽകുമാർ ശശിധരൻ ഇങ്ങനെ 7 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ, അയാൾ ഇപ്പോഴും പത്രപ്രസ്താവന നടത്തിയല്ലോ, അതിനകത്തൊരു 20 ഡിഗ്നിറ്ററീസ് ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ, സാംസ്കാരിക പ്രവർത്തകർ ഇങ്ങനെ ഒരു കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ, ഇതേപറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരാളും ഇതേപ്പറ്റി ചോദിക്കുന്നില്ല. അത് വേണ്ട എന്നാ പറയുന്നത്. കാരണം സനൽകുമാർ ശശിധരൻ പറയുന്നത് മുഴുവനും ഭ്രാന്തായിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തോ സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്ന് കുറെ ആളുകൾ, ഒരു 10-100 പേര് കാശ് കൊടുത്തിട്ട് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുത്തി കഴിഞ്ഞാൽ ഒരു 1000 കമന്റ് ഉണ്ടാക്കാൻ പറ്റും. 100 പേർക്ക് 10 കമന്റ് വീതം 10 ഫേക്ക് ഐ ഡി വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 1000 കമന്റ് ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് വളരെ ആധികാരികമായിട്ട് പറയാൻ പറ്റും, സനൽകുമാർ ശശിധരന് ഭ്രാന്താണ്, അയാൾ ഇതുപോലെ പെണ്ണുപിടിയനാണ്, അയാൾ ഇതുപോലെ ക്രിമിനൽ ആണെന്നൊക്കെ എന്ത് വേണേലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് 3.5 കോടി ജനങ്ങളുള്ള ഒരു സൊസൈറ്റി വിശ്വസിക്കണമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, ഇവിടെ താങ്കൾ പറയുന്നത് ഒരു കാര്യം വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കോൺക്രീറ്റ് അല്ല. അതുകൊണ്ട് തന്നെ താങ്കൾ പലതും ഇമാജിനെയും ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണത്തിന്റെ പുറത്ത് പറയുന്നതാണോ എന്നുള്ളൊരു പബ്ലിക് പെർസെപ്ഷൻ സ്വാഭാവികമായിട്ടും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുറെ അധികം ആളുകൾ താങ്കൾ നേരത്തെ വിശേഷിപ്പിച്ച പോലുള്ള അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിലെന്തായാലും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് സമൂഹത്തെ തിരുത്താനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ആണെന്ന് പറയുന്നത്, താങ്കളുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു കച്ചിത്തുരുമ്പ് എന്താണ്? ഓഡിയോ സംഭാഷണമാണ്. നിങ്ങൾ മഞ്ജു വാര്യരും താങ്കളും നടത്തി എന്ന് താങ്കൾ പറയുന്ന ഓഡിയോ സംഭാഷണം, അത് 1 വർഷം മുമ്പ് താങ്കൾ റിലീസ് ചെയ്തു. അത് കുറേ അധികം ആളുകൾ കാണുകയും ചെയ്തു, കേൾക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കേട്ട ആർക്കും അത് മഞ്ജു വാര്യരുടെ ശബ്ദമാണ് എന്ന് വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അത് ആ ഒരു ഓഡിയോ സംഭാഷണം അത് യഥാർത്ഥത്തിൽ താങ്കൾ ഫേക്ക് ചെയ്തതാണോ അതോ യഥാർത്ഥത്തിൽ അത് ഒറിജിനൽ ആണോ? കാരണം കേട്ട ആർക്കും അത് മഞ്ജു വാര്യരുടേതാണെന്ന് തോന്നുന്നില്ല. ഇത് സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആർക്കും തോന്നലിന്റെ ആവശ്യമില്ല. തോന്നൽ ഇപ്പൊ എനിക്ക് വേണമെങ്കിലും ഒരാളെ പറ്റി ഇങ്ങനെയാണെന്ന് തോന്നാം, വേറൊരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ അല്ല എന്ന് തോന്നാം. ഇതൊക്കെ ഒരു മനുഷ്യന്റെ തോന്നലിന്റെ പ്രശ്നമായിട്ട് വരേണ്ട കാര്യമില്ല. നമുക്കിത് ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇപ്പൊ നിലവിലുണ്ട്. ഒരു കാര്യത്തെപ്പറ്റി ഇത് സത്യമാണോ, ഇത് ഇയാളുടേതാണോ വേറൊരാളുടേതാണോ, ഞാൻ ഫോർജ് ചെയ്തതാണോ എന്നൊക്കെ തെളിയിക്കാനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങളുണ്ട്, പോലീസ് സേനയിലുണ്ട്. ഞാൻ പരാതിയാണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ വെറുതെ ഇങ്ങനെ വിളിച്ചു പറയുകയല്ല ചെയ്തത്. അതും 2 മിനിറ്റുള്ള ഓഡിയോ ക്ലിപ്പല്ല. ഞാൻ ഏതാണ്ട് 1.25 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വലിയ വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടിട്ട് പറയുന്നു, ഇത് മഞ്ജു വാര്യരാണ്, ഇവരുടെ ശബ്ദം മാറ്റി സംസാരിച്ചിരിക്കുന്നതിന് കാരണം ഇവരുടെ ശബ്ദമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇവർ കൊല്ലപ്പെടും എന്ന് പറയുന്നു, ഇവരുടെ മകളുടെ ലൈഫിന് ഭീഷണിയുണ്ട് എന്ന് പറയുന്നു എന്ന് വളരെ കൃത്യമായിട്ട്, അബ്സ്ട്രാക്ട് ആയിട്ടൊന്നുമല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നു. എന്നിട്ട് ഞാൻ പരാതി കൊടുക്കുന്നു. ഞാൻ പറയട്ടെ, പരാതി കൊടുക്കുന്നു, ഇതേപ്പറ്റി അന്വേഷിക്കണമെന്ന് പറയുന്നു. ഇതേപ്പറ്റി അന്വേഷിച്ചിട്ട് നിങ്ങൾ പറയുന്നത് പോലെ ഇത് ഫോർജഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ആണെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ സൊസൈറ്റിയിൽ സംസാരിക്കാൻ അവകാശമില്ല. നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. ഇത് ഫോർജറി എന്നുള്ള
എനിക്കെതിരെ കൊടുത്തിട്ട് 2 കേസുണ്ട്. ഈ 2 കേസിലും ഫോർജറി എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ സ്ത്രീ പിന്നെ എന്താണ് അവരുടെ ലൈഫ് ത്രെട്ടിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അതേപ്പറ്റി അന്വേഷിക്കുന്നില്ല. ഇതൊന്നും എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കേസിന്റെ ഭാഗമാക്കിയിട്ടില്ല. കാരണം ഇത് അന്വേഷിച്ചാൽ, ഈ കേസിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അന്വേഷിച്ചാൽ സത്യം പുറത്തു വരും എന്നുള്ളത് കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. സനൽകുമാർ ശശിധരൻ പറയുന്നതെല്ലാം ഫേക്ക് ആണ്, അയാൾക്ക് ഭ്രാന്താണ്, അയാൾ ഫോർജഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നൊരു പെർസെപ്ഷൻ. ഇത് ആരാണ് ചെയ്യേണ്ടത്? ഇതൊരു നമ്മുടെ നാട്ടിലൊരു നിയമപരമായ ഒരു അതോറിറ്റി ഇല്ലേ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇങ്ങനെ ഒരു സംഭവം? ഞാൻ പറയുന്നത് എന്താണ്, ഒരു പബ്ലിക് സ്പീക്കറിനെ കുറച്ച് ക്രിമിനലുകൾ തടവിൽ വെച്ചിരിക്കുന്നു എന്നതായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വോയിസ് റെക്കോർഡ് ഇതാണ്. ഇതേപ്പറ്റി അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ പോലീസിന് വേണമെങ്കിൽ ഇതെടുത്തിട്ട് അവരെ വിളിച്ച് ചോദിക്കാം. അവരെ വിളിച്ചിട്ട് സെക്ഷൻ BNSSലെ 173 അനുസരിച്ച് അവിടെ പോയി കണ്ടിട്ട് അവർക്ക് സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ഇത് ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കാം. ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഈ ബിനീഷ് ചന്ദ്രനാണ് ഇവരെ തടവിൽ വെച്ചിരിക്കുന്നത്. ബിനീഷ് ചന്ദ്രൻ ആരുടെ ഉപകരണമാണ്? ഇവരെ സത്യം പുറത്തു പറഞ്ഞാൽ ഇയാൾ ഏത് നിമിഷവും ഇവരെ ഉപദ്രവിക്കാം എന്ന് പറയുമ്പോൾ അയാളെ പിടിച്ചിരുത്തിയിട്ട് അയാളുടെ ഒപ്പം ഇരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്നതാണോ നിയമം? ഇത് എവിടത്തെ നിയമമാണ്? ഇത് എന്തിനാണ് ആളുകൾ? ഇവിടെ മഞ്ജു വാര്യർക്ക് താങ്കൾ ഇതൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. താങ്കളുടെ അനുഭവ പശ്ചാത്തലത്തിൽ താങ്കൾ പറയുന്നതാകാം. പക്ഷെ മഞ്ജു വാര്യർക്ക് ഈ ഒരു പ്രശ്നം ഇല്ലെന്നേ. അവര് സുഖമായിട്ട് ജീവിക്കുന്നു. അവരുടെ ജീവൻ ഭീഷണിയാണെന്ന് അവർക്ക് പ്രശ്നമില്ലാത്തടത്തോളം കാലം മറ്റുള്ളവർക്ക് പിന്നെ എങ്ങനെയാണ് അത് പ്രശ്നമാകുന്നത് എന്നുള്ളതാണ് സമൂഹം ചോദിക്കുന്നത്. അല്ല ഗൗതം, ഇത് ആരാണ് പറഞ്ഞത് മഞ്ജു വാര്യർക്ക് പ്രശ്നമില്ല എന്ന്? അല്ല, അവര് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലല്ലോ അവർക്ക് പ്രശ്നമുണ്ടെന്ന്. അല്ല, കംപ്ലൈന്റ് കൊടുക്കാനുള്ള സാഹചര്യം ഇല്ല എന്നല്ലേ പറയുന്നത്. ഞാൻ പറയുന്നത് അവരെന്നോട് പറഞ്ഞത്, സനൽ, ഞാനും നീയും സംസാരിച്ചു എന്ന് അറിഞ്ഞാൽ ഞാൻ ആ നിമിഷം കൊല്ലപ്പെടും. നിനക്കറിയാമോ, ഞാൻ കിടക്കുന്ന റൂമിന് അപ്പുറത്ത് തോക്കുണ്ട്. ഞാൻ ആ നിമിഷം കൊല്ലപ്പെടും. അത്രയും ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവരെന്ന് എന്നോട് പറയുന്നു. ഇനി ഇവരുടെ കൂടെ എനിക്ക് മനസ്സിലാവുന്നത്, ഈ ബിനീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ആള് കയറ്റം സിനിമ മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ്. ഇവരുടെ കൂടെ ഇവർ മറ്റൊരാളോട് സ്വതന്ത്രമായി സംസാരിക്കാൻ അനുവദിക്കാത്ത നിലയിലാണ് ഉള്ളത്. അപ്പൊ ഇയാളുടെ കൂടെ തന്നെ ജീവിക്കുന്ന ഒരാള്, നടക്കുന്ന ഒരാള്, ഇയാൾക്കെതിരെ പരാതി കൊടുക്കാൻ എവിടെ പോയി പരാതി കൊടുക്കും? പരാതി കൊടുക്കാൻ അവർക്ക് പറ്റുമോ? ഞാൻ ചോദിക്കുന്നതാണ്, പറ്റുമോ? ഒരാളെ വസ്തുത, ഞാൻ ഇയാളെ പറ്റി പരാതി കൊടുത്തിട്ടുണ്ട്, പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്, വർഷങ്ങളായിട്ട് എഴുതുന്നുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കെതിരെ അയാൾ കേസ് കൊടുക്കാത്തത്? അല്ല, ഒരു പക്ഷേ മഞ്ജു വാര്യർ താങ്കളെ കളിപ്പിച്ചതാണെങ്കിലോ? അല്ല, മഞ്ജു വാര്യർ കളിപ്പിച്ചതാണെങ്കിലും അന്വേഷിക്കണ്ടേ? മഞ്ജു വാര്യർ കളിപ്പിച്ചതാണെങ്കിൽ സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ആള് ഒരു 7 സിനിമ ചെയ്തിട്ടുണ്ട്, ഇന്റർനാഷണൽ അവാർഡുകൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫിലിം ഡയറക്ടറെ, ഒരു ആർട്ടിസ്റ്റ്, ഒരു പബ്ലിക് ഫിഗർ കളിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റല്ലേ? അത് അന്വേഷിക്കണ്ടേ? അല്ല, ഇവര് ഈ തോക്കിൻ മുനയില് ഭയന്നിട്ടാണ്, അതായത് അടുത്ത റൂമിൽ തോക്കുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ ഏത് സിറ്റുവേഷനിൽ ഇത് പറയാനുണ്ടായ കാര്യം? അത് കുറച്ചും കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ അമേരിക്കയിൽ പോയതിനു ശേഷം മഞ്ജു വാര്യർ റീകണക്ട് ചെയ്തു. അതിന് മുൻപ് ഇവിടെ വെച്ചിട്ട്, ഇന്ത്യയിൽ വെച്ചിട്ട് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മറ്റൊരു IT-യിൽ. അപ്പൊ അമേരിക്കയിലേക്ക് പോയപ്പോൾ റീകണക്ട് ചെയ്തു. ഞങ്ങൾ ഏതാണ്ട് 1.5 വർഷത്തോളം ഞങ്ങൾ സംസാരിച്ചു. വളരെ ഇന്റിമേറ്റ് ആയിട്ട് ഞങ്ങളൊരു ലവ് അഫെയർ ആയിരുന്നു. ഒന്നിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. വളരെ ഇന്റിമേറ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഭാവി ജീവിതത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ സംസാരിച്ച കാര്യമാണിത്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇത് പുറത്ത് പറഞ്ഞുകൂടാ? ജീവിക്കുന്നത്, നിങ്ങൾ സ്വതന്ത്രയായി ജീവിക്കുന്ന ഒരു സ്ത്രീ, ഞാൻ സ്വതന്ത്രനായ ഒരു പുരുഷൻ, നമുക്ക് ഏതാണ്ട് 50 വയസ്സോടെ അടുക്കുന്നു. എന്തിനാണ്, ആരെയാണ് ഈ കാര്യത്തിൽ പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞത്, നിനക്കറിയാമോ, ഞാനും നീയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ നിമിഷം കൊല്ലപ്പെടും എന്നാണ് എന്നോട് പറഞ്ഞത്. അല്ല, ഒരു സൂചന പോലും ആരാണ് ഇവർക്ക് പുറകിലുള്ളതെന്ന് തന്നില്ലേ അവര്? നിങ്ങൾ ഇത്രയും ഇന്റിമേറ്റ് ആയിട്ട് സംസാരിക്കുന്നു, ഭാവി ജീവിതത്തെ പറ്റി സംസാരിക്കുന്നു, അപ്പൊ ഒരു സൂചന പോലും, അല്ലെങ്കിൽ അവര് കടന്നു പോകുന്ന ആ വിഷമഘട്ടം ഉണ്ടല്ലോ, അത് എന്താണെന്ന് എബ്സ്ട്രാക്ട് ആയിട്ടല്ലാതെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് സ്വന്തം പേരുപയോഗിച്ച് സംസാരിക്കാൻ സാധ്യമല്ല.
സ്വന്തം ശബ്ദം ഉപയോഗിച്ച് സംസാരിക്കാൻ സാധ്യമല്ല. കാരണം ഈ ശബ്ദങ്ങൾ പോലും ഞങ്ങളുടെ ഫോണുകൾ ഹാക്ക് ആവുമായിരുന്നു ഏത് സമയവും. ഞങ്ങൾ ഫോണിൽ ഇതുപോലെ ഇന്ററപ്ഷൻസ് വരുമ്പോ അപ്പൊ കട്ട് ചെയ്യും. പിന്നെ സംസാരിക്കാൻ ഭയങ്കര ഭയമാണ്. പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കൊല്ലപ്പെടും എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പൊതുസമൂഹം ഒരു ലാർജ് എക്സ്റ്റെന്റ് പറയുന്നത് സനൽകുമാർ ശശിധരന് ഭ്രാന്താണെന്നാണ്. ഭ്രാന്താണ് എന്നൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ട് അയാളെ നിശബ്ദനാക്കാൻ വളരെ എളുപ്പമാണ്. അയാളല്ലാതെ വേറൊരാളെ നിങ്ങൾ ചോദിച്ചല്ലോ, അവരുടെ അമ്മയോ ബ്രദറോ ആരും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഭയം. സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയമില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സഫറിങ്സ് ഉണ്ടായി. എന്റെ സിനിമകൾ ഇല്ലാതായി, എന്റെ കരിയർ നശിച്ചു, എന്റെ പ്രൈവറ്റ് ലൈഫ് നശിച്ചു. പക്ഷെ അതൊക്കെ പോട്ടെ, അത് ഒരു സമൂഹത്തിൽ അങ്ങനെയും ഒരാളുണ്ടാവല്ലോ. അതാണ് എന്റെ ഭ്രാന്ത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു, അതാണ് അതെന്റെ ഭ്രാന്താണെന്ന് ഞാൻ പറയുന്നു. അല്ല, മഞ്ജു വാര്യർ ഇങ്ങനെ തടങ്കലിൽ വെച്ചിട്ട് അവരെ തോക്കിൻ മുനയില് ഭയപ്പെടുത്തി ജീവിച്ചിട്ട് അവർക്ക് എന്താണ്, ഈ പുറകിലുള്ളവർക്ക് എന്താണ് കിട്ടാനുള്ളത്? അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിച്ചാൽ മഞ്ജു വാര്യർ അവർക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഈ ഗവൺമെന്റ് കൊടുക്കേണ്ടതാണ്, സംവിധാനം ലോ ആൻഡ് ഓർഡർ കൊടുക്കേണ്ടതാണ്, കൊടുക്കുമല്ലോ. പിന്നെ എന്തിനാണ് അവര് ഈ ഇത്തരത്തിലുള്ള, അതുകൊണ്ടാണ് ഇത് അവിശ്വസനീയമായിട്ട് പലർക്കും തോന്നുന്നത്. സനൽ പറയുന്നത് അല്ല ഗൗതം, ഇത് കൊടുക്കുമല്ലോ, ഇവിടെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു വാലിഡ് ആയിട്ടുള്ള പരാതിയല്ലേ കൊടുക്കുന്നത്? മൈക്കേറ്റ് വെച്ച് വിളിച്ച് പറയുകയല്ലോ ചെയ്യുന്നത്. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു, പരാതി എത്തുന്നു, അതിന് എവിഡൻസ് ആയിട്ട് ഞാൻ ശബ്ദരേഖ വെക്കുന്നു, എന്നിട്ട് പറയുന്നത് അന്വേഷിക്കൂ. അത് അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, ഞാൻ ഇപ്പോ പത്രസമ്മേളനം നടത്തിയിട്ട് ഏതാണ്ട് 7 വർഷത്തിന് ശേഷം ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ട് പോലും ഇന്ന് ആ വാർത്ത പുറത്തു വരുന്ന ഒരേ ഒരു ചാനൽ അത് എയർ ചെയ്യുന്നത് കൊണ്ടാണ്. മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ മാത്രം അത് എയർ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടന്ന കാര്യം പുറത്തു വരുന്നത്. കാരണം ഇത് അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു കാര്യം പുറത്ത് വരുന്നത് പോലും പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം മീഡിയ ഉൾപ്പെടെ, പോലീസ് സിസ്റ്റം ഉൾപ്പെടെ, ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാവരും ഇതിനെ മറച്ചുവെക്കുക ചെയ്യുന്നത്. എന്തിനാണ് അത് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പറയുന്നു മഞ്ജു വാര്യർക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പരാതി പറയുമ്പോൾ അന്വേഷിക്കില്ല ചെയ്യേണ്ടത്. ഞാൻ കള്ളമാണ് പറയുന്നത്, ഞാൻ ഫോർജഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ഉണ്ടാക്കുന്നത്, ഫോർജഡ് ആയിട്ടുള്ള വോയിസ് മെസ്സേജ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? താങ്കൾ പുറത്തുവിട്ട ഓഡിയോ സംഭാഷണം അത് കേൾക്കുന്ന ആർക്കും അത് മഞ്ജു വാര്യരുടേതാണെന്ന് തോന്നില്ല. കാരണം താങ്കൾ തന്നെ അതിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം നടന്നിട്ടുള്ളത് വേറെ വോയിസിലാണ്. കാരണം പിടിക്കപ്പെടുമോ എന്നുള്ള ഭയത്താൽ വേറെ വോയിസിലാണ്, വേറെ നമ്പറിലാണ്, ഐഡിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അത് കേട്ട ആർക്കും അപ്പോൾ മഞ്ജു വാര്യരുടേതാണെന്ന് തോന്നില്ല. താങ്കൾ അത് ഫേക്ക് ആയിട്ട് ഫോർജ്ഡ് ആക്കിയിട്ട് നിർമ്മിച്ചതാണെങ്കിൽ താങ്കൾ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടാൻ അർഹനാണ്. അല്ലേ ഞാൻ പറയുന്നത്? ഇത് അവരുടെ ആണോ അല്ലയോ എന്ന് ആർക്കും തോന്നേണ്ട കാര്യമില്ല. നമുക്കിത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പിടിക്കാൻ ഇന്ന് പോലീസ് സേനയില് സംവിധാനങ്ങളുണ്ട്, നമ്മുടെ ഫോറൻസിക് ലാബിൽ സംവിധാനങ്ങളുണ്ട്. ഇത് ഇയാളുടെ ശബ്ദമാണോ, ഇത് മഞ്ജു വാര്യരുടെ ശബ്ദമാണോ എന്ന് അറിയാനായിട്ട് ഒരു ഫോറൻസിക് അന്വേഷണം വേണമെന്നാണോ സനൽകുമാർ ശശിധരൻ പറയുന്നത്? അതല്ലേ ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെയാണ്, ഇവരുടെ ലൈഫ് ത്രെട്ടിലാണെന്ന് പറഞ്ഞ് ഇവർ എന്നോട് പറഞ്ഞു, ഇതാണ് ശബ്ദരേഖ, ഇത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അവരെ വിളിച്ചു ചോദിക്കണം. അവരതല്ല എന്ന് പറയുകയാണെങ്കിൽ ഫോറൻസിക് ലാബിലേക്കണം. അല്ല, അത് അവരല്ല എന്ന് പറയുന്നിടത്താണ് ഇത് ബ്ലോക്ക്ഡ് ആവുന്നത്. അവരല്ല എന്ന്, അവർക്ക് അവരുടെ ജീവൻ ത്രെട്ടിലാണെന്ന് അവർക്ക് തോന്നാത്തിടത്തോളം കാലം സനൽകുമാർ ശശിധരൻ പറയുന്നതിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഒരു തിരുത്തുണ്ട്. അവർക്ക് തോന്നാത്തിടത്തല്ല, അവർക്ക് സുരക്ഷിതത്വം ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് മഞ്ജു വാര്യരുടെ കാര്യം മാത്രമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് ധാരാളം സ്ത്രീകൾ തങ്ങൾക്ക് സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്നുവെന്നും ഒരു ഓർഗനൈസ്ഡ് ക്രിമിനൽ സംഘം ഈ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി പറഞ്ഞിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്തു വന്ന ഭാഗത്ത് തന്നെ ഇതിനകത്ത് പറയുന്നതെന്ന് പറയുന്നത്, ഇതേപ്പറ്റി ഞങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ലൈഫിന് ത്രെട്ട് ഉണ്ട് എന്ന് അവര് ഹേമ കമ്മിറ്റി മുമ്പാകെ പറയുകയും ഹേമ കമ്മിറ്റി അത് അന്വേഷിച്ച് അത് സത്യമാണെന്ന് തെളിഞ്ഞു, അവർക്ക് ബോധ്യമായി എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ അനുബന്ധിച്ച് കുറെ കംപ്ലൈന്റ്സ് വന്നു.
ഈ കംപ്ലൈന്റ്സ് അന്വേഷിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു. ഈ ടീം ഈ കംപ്ലൈന്റ്സ് വൈൻഡപ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പേരുള്ള ആരും തന്നെ ഞങ്ങളുടെ മുന്നിൽ പരാതിയുമായി വന്നില്ല എന്നാണ്. സത്യത്തിൽ ഈ SIT എന്താ ചെയ്യേണ്ടത്? ആ കംപ്ലൈന്റില് പരാതി പറയുന്ന ആളുകൾ റേപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരാതി പറയുന്നതെങ്കിൽ അവരുടെ വീട്ടിൽ പോയി അവരുടെ സുരക്ഷിതമായ സ്ഥാനത്ത് പോയി അന്വേഷിക്കണം. അത് ചെയ്തിട്ടില്ല. അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് സുപ്രീം കോടതിയിൽ പോയിട്ട് അറിയാമോ ആളുകൾ? ഇതാണ് സിസ്റ്റം, ഇതാണ് നമ്മുടെ സിസ്റ്റം. നമ്മുടെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം വിക്ടിംസിനെ രക്ഷിക്കുന്ന തരത്തിലുള്ള സിസ്റ്റം അല്ല. ഇത് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി, വലിയ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ എൻറ്റയർ സിസ്റ്റം, ഗവൺമെന്റും പോലീസും ഈവൻ കോടതിയിലിരിക്കുന്ന ജഡ്ജസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിട്ട് ഒരു മാഫിയ സംവിധാനം ഉണ്ടായി വന്നിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് ആർക്ക് വന്നിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റും? ഇവിടെ താങ്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മഞ്ജു വാര്യർ കൊല്ലപ്പെടും, അവര് തടവറയിലാണ്. ഈ ഒരു ഭീതി ഇപ്പോഴും താങ്കൾക്കുണ്ടോ? ഇപ്പോഴും ഈ നിമിഷം, ഈ സംസാരിക്കുന്ന ഈ നിമിഷത്തിലും ഉണ്ടോ? പ്പെടാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉത്തരം പറയേണ്ടി വരും. കാരണം ഞാൻ പരാതി ഡയറക്റ്റായിട്ട് ഹോം മിനിസ്റ്ററുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ആ പരാതി ഹോം മിനിസ്റ്റർ വാങ്ങി ഒപ്പിട്ടിട്ട് കൊടുത്ത പരാതി എവിടുന്നോ പൂഴ്ത്തിയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് പൂഴ്ത്തിയിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഉത്തരം പറയേണ്ടി വരും. സസ്പീഷ്യസ് ആയിട്ടുള്ള രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഹോം മിനിസ്റ്റർ വരെ ഉത്തരം പറയേണ്ടി വരും, ചീഫ് മിനിസ്റ്റർ ഉത്തരം പറയേണ്ടി വരും. ശരി, അവരൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഞാൻ ചോദിച്ചത് ഇപ്പോഴും അവരുടെ ജീവൻ അപകടത്തിലാണെന്ന് താങ്കൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും? ഉറപ്പായിട്ടും ഒരു വൾണറബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവരെ കിട്ടിയാൽ അവരെ കൊല്ലും. പക്ഷേ പൊതുസമൂഹം അങ്ങനെ തോന്നുന്നില്ല അവർക്ക്. കാരണം അവര് സോളോ ട്രിപ്പ് നടത്തുകയാണ്. BMW S സീരീസ് പോലുള്ള വലിയ തുകയുള്ള വണ്ടിയിൽ അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. അതിന്റെ വീഡിയോ അവർ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിഷ് ചെയ്യുന്നു. അവര് വിദേശത്ത് യാത്ര ചെയ്യുന്നു. ലീല ഗ്രൂപ്പിന്റെ ഹോട്ടലുകളിൽ അവർ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുസമൂഹം കാണുന്നത്. അപ്പോ അവരത് കാണുന്നിടത്തോളം കാലം താങ്കൾ ഈ പറയുന്ന കാര്യം ഒരുപക്ഷെ എന്നല്ല, അവർക്ക് അവിശ്വസനീയമായിട്ട് തോന്നുമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ താങ്കൾക്ക് ഭ്രാന്തനാണ്, അല്ലെങ്കിൽ താങ്കൾ സൈക്കോളജിസ്റ്റിനെ കാണിക്കണം, സൈക്കാട്രിസ്റ്റിനെ കാണണം, ഇങ്ങനെയുള്ള കമന്റുകളാണ് വരുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ ഈ റെക്കോർഡ് ഇതിന്റെ ഓഡിയോ സംഭാഷണം, മഞ്ജു വാര്യർ താങ്കൾ വിട്ട ഓഡിയോ സംഭാഷണം, പുറത്തേക്ക് വിട്ട ഓഡിയോ സംഭാഷണം, ഇത് താങ്കൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ ഒരാളുടെ സംഭാഷണം വിളിക്കുമ്പം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഒരു സംഗതി സ്ക്രീൻഷോട്ട് പോലെ താങ്കൾക്ക് അത് പുറത്തു വിടാൻ പറ്റുമോ? മഞ്ജു വാര്യരുടെ ഐഡിയിൽ നിന്നോ മഞ്ജു വാര്യരുടെ ശബ്ദത്തിൽ നിന്നോ എന്നോട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല എന്നും, അങ്ങനെ സംസാരിച്ചാൽ അവർ കൊല്ലപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ സംസാരിച്ചതെന്ന് പറഞ്ഞതാണല്ലോ. അല്ല, അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ സംസാരിച്ചത്? ഏത് നമ്പറിലാണ് അവര് വിളിച്ചത്? സംസാരിച്ചത് പലവിധ ഞങ്ങളെ തടയുന്ന മാഫിയക്ക് ഒരു ബുദ്ധി ഉണ്ടല്ലോ, അതുപോലെ ഞങ്ങൾക്കും ചെറിയ ബുദ്ധി ഉണ്ട് എന്ന് വിചാരിച്ചാൽ മതി. അല്ല, ഞാനത് കാര്യം വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഏത് രീതിയിലാണ് സംസാരിച്ചത്? അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങള് പലതരത്തിലുള്ള ഇന്റർനെറ്റിൽ പല കോൾ ചെയ്യാനുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് താങ്കൾ? അല്ല, പക്ഷേ ഞാൻ സ്ക്രീൻഷോട്ട് അല്ല, ഞാൻ പറയുന്നത് അതിന്റെ സുതാര്യതയ്ക്കാണ്. അത് ഞാൻ പറയുന്നത് താങ്കളുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ചോദിച്ചത്. അതായത് നമ്മളിപ്പോ ഒരാളെ വിളിക്കുമ്പോൾ താങ്കൾ എന്തായാലും അത് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് താങ്കൾക്ക് ആ ഓഡിയോ സംഭാഷണം മധു വാര്യർക്ക്, അതോടൊപ്പം തന്നെ മമ്മൂട്ടിക്ക്, മറ്റു ചില ആളുകൾക്കൊക്കെ താങ്കൾ അയച്ചു കൊടുത്തു താങ്കൾ പറയുന്നുണ്ട്. അത് താങ്കൾ ഫേസ്ബുക്കിൽ അത് അപ്ലോഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പൊ താങ്കൾക്ക് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റി. ഇന്റർനെറ്റ് കോൾ ആണെങ്കിലും താങ്കൾക്ക് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റി. അപ്പൊ റെക്കോർഡ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഫയല് നമുക്ക് കിട്ടുമല്ലോ, നമുക്ക് ഫോണിൽ കാണിക്കാൻ പറ്റുമല്ലോ. അത് പുറത്തു വിടാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാനൊരു 1.25 മണിക്കൂർ നീളമുള്ള ഒരു വോയിസ് റെക്കോർഡ് ഞാൻ പുറത്ത് വിട്ടിട്ട് ഇതേപ്പറ്റി അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അത് ഫോർജറാണെന്ന് പറയുന്ന സമൂഹം, ഞാനൊരു ഫയല് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് ഫോർജറാണെന്ന് പറയില്ലേ? അല്ല, അതിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാകും. താങ്കൾ അതേ സാധനം തന്നെയാണോ എടുത്തത് എന്ന് പറയുന്ന ഒരു ക്ലാരിറ്റി ഉണ്ടാകും. കാരണം ഇപ്പൊ അവിടെ ഒരു സസ്പീഷൻ നിലനിൽക്കുന്നുണ്ട്. താങ്കളുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ആ സസ്പീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ ആ ഒരു റെക്കോർഡ് ചെയ്ത അതിന്റെ ഒരു സംഗതി ഒന്ന് പുറത്തു വിടണം. ഈ ഞാനൊരു ഫയല് പുറത്തു വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. സസ്പീഷൻ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാവുന്നത് ഇതേപ്പറ്റി അന്വേഷിക്കുന്നതാണ്. നമുക്ക് ഇവിടെ ലോഫുൾ അതോറിറ്റി ഇല്ലേ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ,
ഇതിപ്പോ ഞാനിപ്പോ ഗൗതമിന്റെ മുന്നിലല്ലല്ലോ ഈ വോയിസ് റെക്കോർഡ് വച്ചിരിക്കുന്നത്. ഉം. ഞാൻ ഈ വോയിസ് റെക്കോർഡ് വെച്ചിട്ട് പരാതിയല്ലേ കൊടുത്തിരിക്കുന്നത്. ഉം. അപ്പൊ അവർ അന്വേഷിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ ക്ലാരിഫൈ ചെയ്യട്ടെ. ഒരു കാര്യം കൂടി ക്ലാരിഫൈ ചെയ്യട്ടെ. ഞാൻ സോളോ ട്രിപ്പ് നടത്തുന്നു, പിന്നെ പല വിദേശ യാത്രകൾ നടത്തുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇത് ആരാ ഷൂട്ട് ചെയ്യുന്നത്? അതായത് നിങ്ങൾ ഷൂട്ട് ചെയ്ത് നിങ്ങൾ കാണുന്ന വീഡിയോസ് വളരെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് എന്ത് കാണണം എന്ത് കാണണ്ട എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്തിനാണ് അത് ചെയ്യുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ പബ്ലിക് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ പബ്ലിക് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവര് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു, വളരെ ഉല്ലാസവതിയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത് നിലനിർത്തുന്നത്. ഇത് അങ്ങനെ അല്ല എന്ന് ഒരാൾ വന്ന് പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ആളെ നിശബ്ദനാക്കുന്നതും അയാൾക്ക് ഭ്രാന്താണെന്ന് വരുത്തുന്നതും അയാളെ കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണോ പത്രക്കാരും ഈ പറയുന്ന കമന്റ് എഴുത്തുകാരും ഒക്കെ? ഒരുപാട് പത്രക്കാരുണ്ട്. നമ്മുടെ വ്യവസ്ഥാപിതമായ മീഡിയാസ് ഒരുപാടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടുണ്ടായിട്ടുള്ള ഇന്റർനെറ്റിലെ യൂട്യൂബ് മീഡിയ സിസ്റ്റം പോലെ ഉണ്ട്. ഇവർക്ക് ആർക്കും ഈ കാര്യത്തിന്റെ മറ്റൊരു വശം കാണാൻ പറ്റാത്ത ആളുകളാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, എനിക്ക് മാത്രമേ ഇത് കാണുള്ളൂ എന്നാണ് പറയുന്നത്. താങ്കൾ ഇപ്പൊ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണ്? താങ്കൾക്കെതിരെ മഞ്ജു വാര്യർ കൊടുത്ത പരാതിയും താങ്കൾ കൊടുത്ത ഈ ഓഡിയോ അടക്കം കൊടുത്ത പരാതി, അവരുടെ ജീവൻ ഭീഷണിയിലാണെന്ന് കൊടുത്ത പരാതി, ഇതിൽ അന്വേഷണം വേണമെന്നുള്ളതാണ് താങ്കളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം. അതാണ് 2 ദിവസം മുമ്പ് പത്രസമ്മേളനം വിളിച്ച് സാംസ്കാരിക പ്രവർത്തകരുടെ ഒപ്പോടുകൂടിയൊക്കെ താങ്കൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ സിസ്റ്റം താങ്കളെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് താങ്കളുടെ പരാതി. അപ്പോൾ ഈ ഓഡിയോ സംഭാഷണം വസ്തുതയുള്ളതാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ബാധ്യത താങ്കൾക്ക് യഥാർത്ഥത്തിലില്ലേ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ആ ഒരു സ്ക്രീൻഷോട്ട്. ഇതിപ്പം കണ്ടല്ലോ, ഞാനിപ്പോൾ ഒരാളെ വിളിച്ചതാണ്. ആ ഒരാളെ വിളിച്ചപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതേപോലെ അന്ന് മഞ്ജു വാര്യരുമായിട്ട് നടത്തിയ സംഗതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സ്ക്രീൻഷോട്ട് താങ്കൾക്ക് പുറത്തുവിടാൻ പറ്റുമോ? മഞ്ജു വാര്യർ എന്നുള്ള ഐഡിയിൽ നിന്ന് എന്നെ വിളിക്കാൻ അവർക്ക് കഴിയില്ല. സംസാരിക്കുന്നത് ഞങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ട് ഐഡിയിലല്ല സംസാരിക്കുന്നതെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഞാനിത് റെക്കോർഡ് ചെയ്തിട്ട് എക്സ് ആൻഡ് വൈ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തു വിട്ടിട്ട് ഇത് മഞ്ജു വാര്യരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അല്ല, നിലവിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്, അല്ല വിശ്വസിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. നിലവിൽ വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ ഒറ്റ കാരണം ഇത്രയേ ഉള്ളൂ, അത് മഞ്ജു വാര്യരുടെ ശബ്ദമായിട്ട് നാട്ടുകാർക്ക് തോന്നുന്നില്ല, അത് കേൾക്കുന്ന ആർക്കും തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് വന്നിട്ട് ഇത് ഒരാളുടെ ശബ്ദമാക്കി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ ശബ്ദമാണോ ഇല്ലയോ എന്ന് നമുക്ക് തോന്നണ്ടേ എന്നാണോ പ്രശ്നം? അല്ല, നിലവിലത്തെ അവസ്ഥയിൽ നമുക്ക് എന്തായാലും തോന്നണല്ലോ മഞ്ജു വാര്യരുടെ ആണെന്ന് തോന്നണല്ലോ. തോന്നാത്തിടത്തോളം കാലം അല്ല, അത് മഞ്ജു വാര്യരുടെ ശബ്ദമാണ് എന്ന് തോന്നാത്തിടത്തോളം കാലം, അണ്ടിൽ ഈ ഫോറൻസിക് കാര്യങ്ങളും പരിശോധനയും മറ്റൊക്കെ കഴിയുന്നതിന് ശേഷം ചിലപ്പോൾ തോന്നുമായിരിക്കാം. പക്ഷെ നിലവിൽ തോന്നില്ല എന്നുള്ളതാണ്. ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ധാരണയാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാള് ദിലീപിന്റെ വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്ത ശബ്ദങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ ശബ്ദങ്ങൾ ടിവിയിലൂടെ പുറത്തുവിട്ടു. അന്നും ആളുകൾ പറഞ്ഞാൽ ഇത് ദിലീപിന്റെ ശബ്ദമല്ല എന്ന് പറഞ്ഞു. മഞ്ജു വാര്യർ തിരിച്ചറിഞ്ഞ ദിവസം ആ കേസിന്റെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. ഫോറൻസിക് ലാബിൽ അയച്ചു, ഇത് ദിലീപിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയപ്പെട്ടു. ഇപ്പോഴും ആളുകൾ പറയുന്നത് ദിലീപിന്റെ ശബ്ദമല്ല, അങ്ങനെ തോന്നുന്നില്ല. ഇതിപ്പോ തോന്നലിന്റെ പ്രശ്നമാണോ ഇത്? ബന്ധുക്കളും അയാളുടെ ഈ തോന്നലിന്റെ പ്രശ്നമല്ല. ഈ ഒരു കുറ്റവാളിക്ക് കുറെ പണമുണ്ട്, അയാൾക്ക് ചുറ്റും ഒരുപാട് പരിവാരങ്ങളുണ്ട്, അവർക്കെല്ലാം കാശറിഞ്ഞു കൊടുത്തിട്ട് ഇത് എന്റെ ശബ്ദമല്ലെന്ന് പറയണേ എന്ന് പറഞ്ഞാൽ അത് സത്യമാകുമോ? തോന്നലിന്റെ പ്രശ്നം തന്നെയാണല്ലോ. കാരണം അത് കേൾക്കുന്ന ആളുകൾക്ക് അത് മഞ്ജു വാര്യരുടെ, അവര് മഞ്ജു വാര്യരുടെ സിനിമകൾ കാണുന്നതാണ്, അവരുടെ ശബ്ദമായിട്ട് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. താങ്കൾ ഈ പറയുന്നതൊക്കെ ഒരുപക്ഷെ വസ്തുതയായിരിക്കാം. പക്ഷെ ജനങ്ങൾക്കത് അവരെ കൺസേൺ അല്ല. അവരുടെ കൺസേൺ അവർ കേൾക്കുന്ന ഒരു ശബ്ദം അവർക്ക് വിശ്വസനീയമാണോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യം. വേണ്ട, ജനങ്ങളോട് കൺസേൺ പെടാൻ ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനത്തിന്റെ മുന്നിൽ ഞാൻ ലോഫുള്ളി എന്താണ് ചെയ്യുന്നത്? ഞാനൊരു പരാതി കൊടുക്കുന്നു.
They are obliged to investigate the matter, right? അവിടെ ഇരുത്തിയിരിക്കുന്നത് ശമ്പളം കൊടുത്തിരുത്തിരിക്കുന്നത് നമ്മുടെ ടാക്സ് കൊടുത്തല്ലേ അവിടെ പിടിച്ചിരുത്തിരിക്കുന്നത്. അവർക്ക് തോന്നാൻ വേണ്ടിയാണോ? ജനങ്ങൾക്ക് ആർക്കും ഇത് തോന്നുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന് അവർക്ക് പറയാൻ പറ്റുമോ? അല്ല, ഓക്കെ, ആ കാര്യം വ്യക്തമാണ്. ഇതിൽ കൃത്യമായിട്ടും താങ്കൾ പറഞ്ഞ പോലുള്ള അന്വേഷണം ഈ കാര്യത്തിൽ വേണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ അന്വേഷണത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ മഞ്ജു വാര്യർ കൂടി അവരുടെ കൂടി ഒരു അപ്രൂവൽ വേണം. അവര് പറയുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞു ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ ഞാൻ ചോദിക്കുന്നത്, അല്ല അവര് പറഞ്ഞോ ഏതെങ്കിലും ഒരു ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത് ഇന്നലെ പറഞ്ഞതല്ല. ആദ്യമായിട്ട് പറയുന്നത് 2022 ഏപ്രിൽ 26 ഞാൻ ഇങ്ങനെ ഇഷ്യൂ ഉണ്ട് എന്ന് പോസ്റ്റ് ഇടുന്നത്. ഇന്ന് 26 4 വർഷം 5 വർഷം ആവാൻ പോകുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പത്രക്കാർ അവർ ചോദിക്കുകയോ അവർ പബ്ലിക് ആയിട്ടുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സനൽകുമാർ ശശിധരൻ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് പറയുകയോ ചെയ്തോ? ഇപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മഞ്ജു വാര്യർ പറയുന്നു ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാൾ എന്തൊക്കെയോ പറയുന്നു എന്ന് മഞ്ജു വാര്യർ പബ്ലിക് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് വാലിഡ് ആണ്, കുഴപ്പമില്ല, അന്വേഷിക്കണ്ട, എല്ലാം പച്ച മടക്കിയിട്ട് ഞാൻ പൊക്കോളും, ഒരു പ്രശ്നമില്ല. ഇതിപ്പോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മഞ്ജു വാര്യരുടെ ലൈഫിന് ത്രെട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ അപ്പുറം വേറെ പേഴ്സണലി എനിക്കൊരു പ്രശ്നമുണ്ട്. കാരണം മഞ്ജു വാര്യരെ ഭീഷണിപ്പെടുത്തി എനിക്കെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുന്നു. 2022 മെയ്യിലാണ് ആദ്യമായിട്ട് താങ്കൾക്കെതിരെ മഞ്ജു വാര്യർ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് ഹരാസ്മെന്റ്, സ്റ്റാക്കിംഗ് തുടങ്ങിയ പരാതികളായിരുന്നു. അതിനുശേഷം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. അതിനുശേഷം എത്ര കാലം സംസാരിച്ചിട്ടുണ്ടാവും? ഏതാണ്ട് 2022 മെയ് 2022 ഓഗസ്റ്റിൽ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. 2-3 മാസം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് 2023 ജൂൺ മുതൽ ഏതാണ്ട് ഒരു 4-5 മാസം സംസാരിച്ചു. പിന്നെയും ഒരു 3-4 മാസം സംസാരിക്കാതിരുന്നു. അതിനുശേഷം പിന്നെ ഒരു 2024 ഡിസംബർ, എനിക്ക് തോന്നുന്നു ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് ഞങ്ങൾ ഇന്റർമീഡിയന്റ് ആയിട്ട് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ സംസാരിക്കുന്നു. ഇപ്പൊ താങ്കൾ പറയുന്നത് താങ്കൾക്കെതിരെ മഞ്ജു വാര്യർ നൽകിയിരിക്കുന്ന കേസുകൾ എന്ന് പറയുന്നത് അവരുടെ ആഗ്രഹപ്രകാരമോ അവരുടെ ഇച്ഛപ്രകാരമോ നൽകിയതല്ല, മറ്റേ ആരോ പ്രേരിപ്പിച്ചിട്ട് അവരുടെ പേരിൽ നൽകിയ പരാതികളാണെന്നുള്ളതാണ്. 2022 അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കുന്നു 2024 മഞ്ജു വാര്യർ താങ്കൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കേസ് ഫയൽ ചെയ്യുമ്പം നേരിട്ടിട്ടല്ലെങ്കിലും നേരിട്ട് വന്ന് കൊടുക്കുന്നില്ലെങ്കിലും മൊഴിയെടുക്കുമല്ലോ പോലീസ്. ഈ മൊഴി യഥാർത്ഥത്തിൽ അവരെ എടുത്തിട്ടുണ്ടല്ലോ. അതിലെന്താണ് അവർ പറയുന്നത്? രണ്ടാമത്തെ കേസ് 2025 ആ കേസ് ഫയൽ ചെയ്തിട്ട് എഫ്ഐആർ എടുത്തിരിക്കുന്നത്. ആ കേസിൽ മൊഴി എടുത്തിട്ടില്ല. എന്റെ കണ്ടൻഷൻസ് എന്ന് പറയുന്നത് ഇവരുടെ മൊഴി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനകത്ത് 2022 എടുത്തിട്ടുള്ള കേസിൽ ഒരു 164 സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. 164 സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കുന്നതിൽ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഉണ്ട്. അതിനകത്തുള്ള ഒപ്പ് മഞ്ജു വാര്യരുടേതെല്ലാം ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യുന്നു. അതിനകത്ത് ഒരു 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ മജിസ്ട്രേറ്റിന്റെ പേര് വേണം, മജിസ്ട്രേറ്റ് എല്ലാ പേജിലും ഒപ്പുവെച്ചേക്കണം. ഈ 164 സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്ന പേപ്പറിൽ മജിസ്ട്രേറ്റിന്റെ പേരില്ല. ഏത് മജിസ്ട്രേറ്റ് ആണ് അത് എടുത്തിരിക്കുന്നതെന്നില്ല, മജിസ്ട്രേറ്റിന്റെ ഒപ്പല്ല അതിലും ഇല്ല. അതെല്ലാം ഞാൻ പറയുന്നത് ഈ ഡോക്യുമെന്റ് ഫോർജറാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അന്വേഷിക്കാതെ, ഞാൻ പറയുന്നല്ലോ വളരെ സില്ലി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരാള് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്ന കള്ളക്കേസാണ്, അത് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അതിനകത്ത് അന്വേഷിച്ചാൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അത് അന്വേഷിക്കാൻ എന്താ കുഴപ്പം? എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തതെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഇതിനകത്ത് വളരെ വലിയ വ്യാപകമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിനകത്ത് ചെറിയ ആളുകളൊന്നും അല്ല ഇടപെട്ടിരിക്കുന്നത്. അതിനകത്ത് വലിയ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. കോടതികളെ പോലും തെറ്റിദ്ധരിപ്പിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്തുകൊണ്ട് വലിയ തരത്തിലുള്ള ഗൂഢാലോചനയും ഫോർജറിയും ഒക്കെ നടന്നിട്ട് തിരുമറികൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അന്വേഷിക്കാത്തത്. അതല്ലാതെ ഇത് അന്വേഷിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താ? നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിച്ചു. എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നു ശരി, ഭ്രാന്തായിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾക്ക് എനിക്ക് ഭ്രാന്താണെന്ന് വിധിക്കാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ സൈക്കാട്രിസ്റ്റ് ആണോ?
നിങ്ങൾ മനോരോഗ വിദഗ്ധനാണോ? നിങ്ങൾ എന്നോട് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടുണ്ടോ? ഞാനൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് മുന്നോട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ മുന്നിലും അല്ല വെക്കുന്നത്. ഞാൻ പറയുന്നു, ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു ലോക്കൽ അതോറിറ്റിയുടെ മുൻപിൽ കൊടുത്തു കഴിഞ്ഞാൽ ദേ ആർ ഡ്യൂട്ടി ബൗണ്ട് ടു ഇൻവെസ്റ്റിഗേറ്റ് ദാറ്റ്. ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ള ആളുകൾ അത് ചെയ്തില്ല എന്നാണ് ഞാൻ പൊതുസമൂഹത്തോട് പറയുന്നത്. കാരണം അത് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നാളെ സനൽകുമാർ ശശിധരന് മാത്രമല്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. നിങ്ങൾ ഒരു വാലിഡ് ആയിട്ടുള്ള കംപ്ലൈന്റുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകൾ പറയുകയാണ് ഇയാൾ ഭ്രാന്താണ്, ഇത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കുന്ന സൊസൈറ്റിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. നാളെ നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നവുമായിട്ട് ഒരു ലോക്കൽ അതോറിറ്റിയുടെ മുമ്പ് പോകുമ്പോൾ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല, ഇത് എന്തിനാ അന്വേഷിക്കണം, ഇയാൾക്ക് ഭ്രാന്താണ് എന്ന് എല്ലാവരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് തീരുമോ? ഞാൻ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ എന്താ പറയുന്നത്, എനിക്ക് വേറെ ഡിസ്പ്യൂട്ട് ഒന്നുമില്ല. എന്റെ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് എനിക്കെതിരെ കൊടുത്തിരിക്കുന്ന കള്ളക്കേസാണ്. ആ കള്ളക്കേസിനെ പറ്റി അന്വേഷിക്കണം. എന്തിന് കള്ളക്കേസ് കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ത്രീയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് കള്ളക്കേസ് കൊടുത്തിരിക്കുന്നത്. എന്തിനാ സ്ത്രീയെ മാറ്റി നിർത്തിയിരിക്കുന്നു ചോദിച്ചാൽ ഇന്ന കാരണങ്ങളാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കമ്മറ്റി റിപ്പോർട്ടിൽ എന്റെ കാര്യം മുതൽ ഞാൻ വളരെ കൃത്യമായിട്ട് കാലാകാലങ്ങളായിട്ട് പറയുന്നു, ഇത് അന്വേഷിക്കണം. ഇത് സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്നത് അയാൾക്ക് എന്ന് വേണമെങ്കിലും മരിച്ചു പോവാം. ഒരു വ്യക്തി എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന എക്സ്പയറി ഡേറ്റ് പോകും. എത്ര കാലം ജീവിച്ചിരിക്കുന്നവരാണ്? അതല്ലല്ലോ. ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് ഒരു സൊസൈറ്റിയുടെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ലോങ് ലിവിങ് സിസ്റ്റമാണ്. അത് നിലനിർത്തണം. നാളെ നമ്മുടെ പുതിയ ജനറേഷന്റെ ആവശ്യമാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ ഈ തലയിൽ മുടിയില്ലാത്ത ആരെങ്കിലും വന്നിരുന്നത് സനൽകുമാർ ശശിധരന്റെ ഭ്രാന്താണ് എന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യം തീരുമോ? കാരണം അയാൾക്കൊണ്ട് മക്കളുടെ മക്കളും ഒക്കെ ഉണ്ട്. ഇയാൾ നാളെ ചത്തുപോയി ചിലപ്പോ. ഇയാളുടെ പ്രശ്നമല്ല ഇത്. ഇയാൾക്ക് ആരുടെ വേണമെങ്കിലും ഈ പറയുന്ന പോലെ കാശ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ വല്ല എച്ചില് ചവച്ച് തുപ്പി കൊടുത്ത് അതും നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആരെ വേണമെങ്കിലും ചിത്ത പറയാം. പക്ഷെ അതല്ല പ്രശ്നം. അയാളുടെ മക്കളും അയാളുടെ മക്കളുടെ മക്കളും ഈ വരാൻ പോകുന്ന ജനറേഷനും ഒക്കെ ജീവിക്കേണ്ട ഭൂമിയാണ്, ജീവിക്കേണ്ട നാടാണിത്. അതുകൊണ്ട് ഒരു ലീഗൽ സിസ്റ്റം ഉണ്ട്. ആ ലീഗൽ സിസ്റ്റത്തിന് മുൻപിലാണ് ഞാനത് കേസ് കൊടുത്തിട്ടുള്ളത്. അത് അന്വേഷിക്കുക എന്നത് സമൂഹത്തിന്റെ ആവശ്യമാണ്. അതുപോലെ വേറെ ആരുടെ ആവശ്യമില്ല, സമൂഹത്തിന്റെ ആവശ്യമാണ്. സനൽകുമാർ ശശിധരന്റെ പ്രശ്നമേ അല്ല ഇത്. ഇവിടെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. താങ്കൾക്ക് മഞ്ജു വാര്യരോട് അതികഠിനമായ പ്രണയമാണ്. ആ പ്രണയം അവർ റിജക്റ്റ് ചെയ്തു. അതിൻ്റെ വൈരാഗ്യമാണ് താങ്കൾ തീർക്കുന്നത് എന്ന ഒരു വ്യാഖ്യാനം വരുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് താങ്കളുടെ സിനിമ കയറ്റം എന്ന് പറയുന്ന സിനിമ ഇപ്പം നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സിനിമ ഹിമാലയൻ ടെറൈനിൽ ചിത്രീകരിച്ച സിനിമയാണ്. ഐഫോണിലാണ് ചിത്രീകരിച്ചത്. 20 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സിനിമ തിയേറ്ററിക്കൽ റിലീസിലേക്ക് കൊണ്ടുവരാൻ താങ്കൾക്ക് പറ്റിയില്ല. അതിന് പല ആളുകൾ തടസ്സം നിന്നു. അതിൻ്റെ വെറുപ്പാണ് താങ്കൾ തീർക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വിഷമമാണ് താങ്കൾ തീർക്കുന്നത് എന്നും പറയാറുണ്ട്. ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ വസ്തുത? കയറ്റമാണോ മഞ്ജു വാര്യരാണോ? കാര്യം, ഈ പ്രേമത്തെ പറ്റി നാട്ടുകാർക്കുള്ള ധാരണ കംപ്ലീറ്റ് തെറ്റാണ്. ഒരാള് മറ്റൊരാളെ സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് ഒരിക്കലും വെറുപ്പ് ഉണ്ടാക്കാൻ അയാൾക്ക് പറ്റില്ല. പ്രേമിക്കുന്ന ആൾക്ക് പറ്റില്ല. ഞാൻ കൈൻഡ് ഓഫ് പ്രേമത്തില് ഞാൻ പ്രേമിക്കുന്ന ഒരാളോട് വെറുപ്പുണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. അയാൾക്ക് എന്നോട് താല്പര്യം ഇല്ലെങ്കിൽ അയാൾ അയാളുടെ വഴിക്ക് വിടും എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ഇതിന് പ്രേമത്തിന്റെ ഇഷ്യൂവേ അല്ല. ഞങ്ങൾ പ്രേമത്തിലായിരുന്നു, സംസാരിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ അതിന്റെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഇപ്പോ എന്നോട് യാതൊരു താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് പുറത്ത് പറയുന്ന നിമിഷം ഞാനിത് ആലോചിച്ചിട്ട് തീർക്കും. പ്രശ്നം അത് ഞാൻ തമ്മിൽ പ്രേമത്തിലായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ഇഷ്യൂ ആണ്. ഞാൻ പറയുന്നത് ഒരു പബ്ലിക് ഫിഗർ ആണ്, ഒരു ആർട്ടിസ്റ്റ് ആണ്. അവര് കുറെ ക്രിമിനലിന്റെ പിടിയിലിരിക്കുകയാണ്. ആ ക്രിമിനൽസ് സൊസൈറ്റി മൊത്തം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇവര് വളരെ സന്തോഷത്തിലാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്നു. അവര് തന്നെ പറയുന്നു എന്റെ മകളുടെ ലൈഫ് ത്രെട്ടിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ അവരുടെ മകളോടായിരിക്കില്ലേ, മകളോടോ മകനോടോ ആയിരിക്കില്ലേ? അയാളെ പിടിച്ച് അടച്ചു വെച്ചിട്ട് 26-27 വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവരുടെ മകൾ. ഒരു സംരക്ഷണയിൽ വളരാൻ വേണ്ടി, അച്ഛന്റെ സംരക്ഷണയിൽ വളരേണ്ട കാര്യമല്ല അത്. അതൊരു സ്ത്രീയാണ്. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടില്ല എന്ന് നമ്മൾ അന്വേഷിക്കണം. ഇതിലപ്പം പരിപൂർണ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു സ്ത്രീയല്ല മഞ്ജു വാര്യർ. അവരാരുടെയൊക്കെ കൺട്രോളിലാണെന്നാണ് താങ്കൾ പറയുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങളും തുറന്നു പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇതാണല്ലോ താങ്കളുടെ പോയിന്റ്.
അവരെനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുന്നത് ആ കള്ളക്കേസിൽ അവർക്ക് പങ്കില്ല എന്നാണ് എന്റെ പോയിന്റ്. അതുകൊണ്ട് അത് അന്വേഷിക്കണമെന്നാണ് എന്റെ പോയിന്റ്. ഇവിടെ നിങ്ങൾ തമ്മിൽ എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്? താങ്കൾ എവിടെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്തോ സ്പിരിച്വൽ അട്രാക്ഷൻ ആണ് മഞ്ജു വാര്യരുമായിട്ട് ഉണ്ടായത് എന്നൊക്കെ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനിടയിൽ എങ്ങനെയായിരുന്നു അത് മുമ്പോട്ട് പോയിരുന്നത്? യഥാർത്ഥത്തിൽ അവർക്ക് നിങ്ങളോട് പ്രേമമുണ്ട്, പ്രണയമുണ്ട്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, വിവാഹം കഴിക്കാം, അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ മഞ്ജു വാര്യർ നൽകിയിരുന്നു? ഏതാണ്ട് 1.5 വർഷത്തോളം ഞങ്ങൾ അങ്ങനെയായിരുന്നു സംസാരിച്ചിരുന്നത്. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കണം, ഒന്നിച്ച് ഞങ്ങൾക്ക് ജീവിതത്തെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ആഗ്രഹങ്ങളും പ്ലാനുകളും ഉണ്ടായിരുന്ന 2 മനുഷ്യരായിരുന്നു. 2023 ജൂൺ മുതൽ 2024 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് പലപ്പോഴായിട്ട് ഞങ്ങളുടെ സംസാരം എന്ന് പറയുന്നത് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സംസാരമായിരുന്നു. ഞങ്ങൾ ഭാര്യയും ഭർത്താവിനെയും പോലെ സംസാരിച്ചിട്ടുണ്ട്. വരുന്നത് ഈ പറയുന്ന പോലെ ഒരു ഗതികേടാണ് സത്യത്തിൽ. കാരണം നിങ്ങൾ ഇത് കാര്യം, ഞാനിതൊന്നും സൊസൈറ്റിയിൽ പറയാൻ ആഗ്രഹിച്ച ഒരാളല്ല. ഞാനിത് പറയേണ്ടി വന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇവർ പറയുന്നു ഞാൻ എന്റെ മകളെ വെച്ചിട്ട് എന്റെ ലൈഫിനെ വിലപേശിയിരിക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഈ സത്യങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഞാനിത് പുറത്തു പറയുന്നത്. ആരെങ്കിലും പറയണമല്ലോ. ഇപ്പൊ സനൽകുമാർ ശശിധരൻ ഇവരുടെ പിന്നാലെ, ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ കേരളത്തിൽ വന്നിട്ട് ഇപ്പൊ ഏതാണ്ട് 1.5 വർഷമായി. ഞാൻ അവരെ നേരിട്ട് പോയി സംസാരിക്കാനോ കോണ്ടാക്ട് ചെയ്യാനോ ശ്രമിക്കാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ശല്യമാകുമോ എന്നുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ അപ്പം ദിലീപാണോ? ില്ല. പക്ഷെ സാധാരണഗതിയിൽ ഞാൻ ആലോചിക്കുമ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് അന്വേഷിക്കണം. അതല്ലാതെ ഞാൻ ഇങ്ങനെ ആണ് അല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഇത് അന്വേഷിക്കണം. ഇതിനകത്ത് അതായത് മഞ്ജു വാര്യരെ താങ്കൾ ആരോപിക്കുന്നത് മഞ്ജു വാര്യരുടെ പുറകിൽ അവരുടെ തടവറയിലാക്കിയിരിക്കുന്നത് ദിലീപാണെന്നാണോ? എനിക്ക് വളരെ വ്യക്തമായിട്ട് ഇന്ന ആളാണ് എന്നുള്ള വിവരമില്ല. എനിക്ക് ഇവരെ ഡയറക്ട്ലി കൺട്രോൾ ചെയ്യുന്നത്, ഡയറക്ട്ലി നിരീക്ഷിക്കുന്നത്, എപ്പോഴും കൂടെ നടക്കുന്നത്, ഏത് നിമിഷവും ആപത്തുണ്ടാക്കാൻ കഴിയുന്ന ആളെന്ന് പറയുന്നത് ബിനീഷ് ചന്ദ്രനാണ് എന്ന് എനിക്കറിയാം. അത് ഞാൻ പറയും. ഈ ബിനീഷ് ചന്ദ്രനും ശാന്തി മായാദേവി എന്ന് പറയുന്ന ഒരു വക്കീലും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു ഗൂഢാലോചന നടത്തിയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അതും ഞാൻ ആരോപിക്കുന്നു. ഇവര് മാത്രമല്ല, ഇവർക്ക് പിന്നിൽ കുറെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്ന് എനിക്കറിയാം. അതും ഞാൻ കൃത്യമായിട്ട് കംപ്ലൈന്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥരെയും ഭരണകൂടത്തെയും ഈ പറയുന്ന കോടതി സംവിധാനത്തെയും ഒക്കെ ഹൈജാക്ക് ചെയ്യാൻ പവറുള്ള ആരോ ഇതിനകത്തുണ്ട്. അത് ദിലീപാണോ, ഇനി അതിലും മുകളിലുള്ള ഏതെങ്കിലും ചേട്ടന്മാരാണോ, രാജാക്കന്മാരാണോ എന്നൊന്നും എനിക്കറിയില്ല. അത് അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അല്ല സനൽകുമാർ ശശിധരൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ട് എന്താ കാര്യം? അല്ല, ഞാൻ പറയുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അല്ല, പക്ഷെ ഇപ്പം ദിലീപിന്റെ മകള്, മഞ്ജു വാര്യരുടെ മകള് മീനാക്ഷി ദിലീപിന്റെ ഒപ്പമാണ്. ആ കുട്ടി അമ്മയ്ക്കൊപ്പം പോകാനായിട്ട് വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ദുർനടത്തിപ്പ്, അങ്ങനെയുള്ള കുറെ അധികം കഥകളും അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ജീവൻ വെച്ച് വിലപേശുന്നു എന്ന് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആവാൻ സാധ്യതയില്ലല്ലോ. കാരണം മകള് അത്രമാത്രം ദിലീപിനെ സ്നേഹിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം പബ്ലിക് പെർസെപ്ഷൻ ആണ്. ഇപ്പൊ സനൽകുമാർ ശശിധരന് ഭ്രാന്താണ് എന്ന് പറയുന്ന പബ്ലിക് പെർസെപ്ഷൻ പോലെ, മഞ്ജു വാര്യർ വളരെ സന്തുഷ്ടയായി ജീവിക്കുന്നു എന്ന് പറയുന്ന പബ്ലിക് പെർസെപ്ഷൻ പോലെ, മകൾ അവരുടെ കൂടെ പോകാത്തതിന് കാരണം അവരുടെ ദുർനടപ്പാണെന്ന് പറയുന്നതും ഒരു പബ്ലിക് പെർസെപ്ഷൻ ആണ്. അവര് ഡിവോഴ്സ് ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് വളരെ യങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് അമ്മ ദുർനടപ്പുകാരിയാണെന്ന് പറഞ്ഞ് പോകാതിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു മാനസിക ഇതുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു അമ്മയും മകളും തമ്മിലുള്ള റിലേഷനിൽ അങ്ങനെയാണോ? ഞാൻ കണ്ടിട്ടില്ല. ഇത് നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു വശത്ത് പറയുന്നു, ഓക്കെ, ഈ കുട്ടി അമ്മയുടെ കൂടെ പോകാത്തത് അച്ഛനോടുള്ള അഫിനിറ്റിയും അമ്മയുടെ ദുർനടപ്പിലുള്ള ഇതും ആണെന്ന് പറഞ്ഞിട്ട് വലിയ കഥകളും ഗൂഢാലോചനകളും പ്രചരിപ്പിക്കുന്നു. മറുവശത്ത് ഇവര് ആ ഡിവോഴ്സിൽ നിന്ന് പുറത്തു പോകുമ്പം അവർക്ക് കിട്ടേണ്ട യോഗ്യതയുള്ള എലിമണി പോലും കൊടുക്കാതെ, ഒരു പൈസ പോലും കൊടുക്കാതെ അവരെ പുറത്തിറക്കി വിട്ടിട്ട് പറയുന്നു ഇവര് വലിയ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും സ്ത്രീ ശക്തിയുടെയും ഉത്തമ ഉദാഹരണമായിട്ട് ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് പോയ ആളാണ് എന്ന് പറയുന്നു. ഇതിനെല്ലാം തന്നെ ഈ മാഫിയയ്ക്ക് അനുകൂലമായിട്ടുള്ള നെറേറ്റീവ് സൃഷ്ടിക്കുകയും ആ നെറേറ്റീവിന് അനുകൂലമായിട്ട് കൈയടിച്ച് പാടാൻ വേണ്ടി ഒരു 100 ഫേക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കുകയും അവര് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഒക്കെ വന്ന് ഇത് ഏറ്റുപാടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ പറയുന്നത്, ഇത് കുറച്ചു പേര് വിചാരിച്ചു കഴിഞ്ഞാൽ
ഒരു ക്രിമിനൽ ഗ്രൂപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ പബ്ലിക് പെർസെപ്ഷൻ പിന്നെ എങ്ങനെ ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ആ അവസ്ഥ വെച്ചിട്ട് അവർ നമ്മുടെ സൊസൈറ്റിയെ മുഴുവൻ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഞാൻ ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറയുമ്പോൾ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് നിനക്ക് ഭ്രാന്താണോടാ എന്ന് 24 വട്ടം കമന്റ് എഴുതുന്ന ആളുകൾ മാത്രമാണോ നമ്മുടെ സൊസൈറ്റിയിലുള്ളത്? സംശയം തോന്നില്ലേ? എന്തുകൊണ്ട് ഇയാൾ ഇത് പറഞ്ഞിട്ട് ഇവർ മിണ്ടുന്നില്ല? എന്തുകൊണ്ട് ഇയാൾ ഇത് കേസ് എടുക്കുന്നില്ല? ഇത് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് തോന്നേണ്ടതല്ലേ? ഈ പറയുന്ന പോലെ കമന്റ് എഴുതുന്ന അടിമകളുടെ വ്യാപാരമുള്ള ആളാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കേരളം അങ്ങനെ അല്ല. കേരളത്തിൽ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ള ആളുകളുണ്ട്, സംസാരിക്കാൻ കഴിയുള്ള ആളുകളുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരാരും സംസാരിക്കാൻ പേടിയാണ്. ഇവർക്ക് പേടിയെന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ക്രൈം നേരിട്ടിട്ടുണ്ട്, പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയും കുടുംബാംഗങ്ങൾക്കും ഒക്കെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു ജെനുവിൻ ആയിട്ടുള്ള സർക്കാർ ആണെങ്കിൽ എന്താ ചെയ്യുക? ഒരു കൃത്യമായിട്ടുള്ള ഒരു SIT രൂപീകരിച്ച് കൃത്യമായിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത് ഈ ഓർഗനൈസ്ഡ് ക്രിമിനൽസിനെ പൂട്ടും. അതല്ലേ ചെയ്യേണ്ടത്? ഒരു സർക്കാരാണെങ്കിൽ പേരിനൊരു SIT ഉണ്ടാക്കിയിട്ട് ഈ കേസ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൈൻഡപ്പ് ചെയ്തു. എന്നിട്ട് ആർക്കും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി. അപ്പൊ എന്താ, ഈ ക്രിമിനൽസിനെ സത്യം പറഞ്ഞാൽ നമ്മൾ ലീഗലി വാലിഡേറ്റ് ചെയ്തു. അവർക്ക് ഇനി ചെയ്യാൻ. അതിനിടയ്ക്ക് നിന്നാണ് സനൽകുമാർ ശശിധരൻ പോലെ ഒരു പുഴു. ഞാൻ ഈ സൊസൈറ്റിയിൽ ഒരു വലിയ ആളൊന്നുമല്ല. ഞാനൊരു സാധാരണ മനുഷ്യന് ഒരു 7 സിനിമ എടുത്തു എന്നുള്ള ഒരു പ്രിവിലേജ് മാത്രമാണ് ഞാനിവിടെ ഒന്ന് സംസാരിക്കാൻ കാരണം. അങ്ങനെ ഒരാൾ പറയുന്നു ഇതാണ് സംഭവിക്കുന്നത്, ഇതേപ്പറ്റി അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ, താങ്കൾ പറയുന്നത് ഇതാണ്. ഹേമ കമ്മിറ്റിയിലെ സുപ്രധാനപ്പെട്ടിട്ടുള്ള ഏതാണ്ട് 11 പേജുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാരണം ഡിഗ്നിറ്ററീസ് ആയിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള പല പ്രമുഖരുടെയും പേരുകളും കള്ളക്കളികളൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പല സ്ത്രീകളും മൗനം തുടരുന്നു. അതേ ഒരു അവസ്ഥയിലാണ് അവർ മൗനം തുടരുന്നത്. എന്തുകൊണ്ടാണ്? ഭയം എന്ന് ഒരു ഫാക്ടർ ഉണ്ട്, അതുകൊണ്ടാണ് അവർ മൗനം തുടരുന്നത്. അതുപോലെ തന്നെ വേറൊരു കേസിലാണ് മഞ്ജു വാര്യരും പെട്ടിരിക്കുന്നത്. അവരും മൗനം തുടരേണ്ടി വരുന്നത് ഈ ഭയമാണ്. ഇതാണല്ലോ താങ്കൾ പറയുന്നത്. കേസിലൊന്നുമല്ല, മഞ്ജു വാര്യർ ഈ ഗ്രൂപ്പിന് ഉള്ളതാണ്. മഞ്ജു വാര്യർ ഒരു സ്ത്രീയാണ്, സിനിമയ്ക്ക് അകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്, മറ്റുള്ളവരെ പോലെ തന്നെ ചൂഷണം നേരിട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയാണ് അവരെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഒരു പുറത്ത് ഇവർക്കൊരു പുറത്ത് പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ്. അതായത് മഞ്ജു വാര്യർ ലൈംഗികപരമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണോ പറയുന്നത്? ചെറിയ കാര്യമല്ല. പൂഴ്ത്തി വെച്ച പേജുകൾ പുറത്തുവിടണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പൈസ കൊണ്ട്, ടാക്സ് മണി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. അത് മേശപ്പുറത്ത് വെക്കണം, അത് പുറത്തുവിടണം. ഇരകളുടെ പേര് ഒഴിവാക്കണം, പുറത്തുവിടണം. ശ്രീ സനൽകുമാർ ശശിധരൻ, താങ്കൾ പറഞ്ഞത് വ്യക്തമായില്ല, ഓഡിയോ ക്ലിയർ ആയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഒന്നുകൂടി ചോദിക്കുന്നത്. മഞ്ജു വാര്യർ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് താങ്കൾ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ താങ്കൾ കരുതുന്നുണ്ടോ? പേജില് പലപ്പോഴും എഴുതിയിട്ടുമുണ്ട്. ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആളുകൾ കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വിശദമായ അന്വേഷണം വേണം. ഇത് ഒരാളുടെ കാര്യം മാത്രമല്ല. ഇതിനകത്ത് തൊടാൻ പറ്റാത്ത വലിയ താരരാജാക്കന്മാരെ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഈ പറയുന്ന അമ്മയിലുള്ള പവർ ഗ്രൂപ്പ് എന്ന്, മാഫിയ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോഴും വളരെ മനോഹരമായിട്ട് മുഖത്ത് ചായം തേച്ച് നടക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ മുഖം, ശരിക്കുള്ള മുഖം ജനം അറിയണമെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം. സർക്കാരിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, നമ്മുടെ പ്രതിനിധികളായിട്ട് ആളുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവരതിനു വേണ്ടി ശബ്ദമുയർത്തണം. ഈ സ്ത്രീകൾക്ക് ഇത് ശബ്ദമുയർത്താൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് അവര് പറയുന്നുണ്ട് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഭീഷണിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ പറയുമ്പോ, ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഞാൻ പറയുമ്പോ എനിക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ എത്രമാത്രം ഉണ്ട് എന്ന് എനിക്കറിയാം. കഴിഞ്ഞ 7 വർഷം കൊണ്ട് എന്റെ ഭൗതികമായിട്ടുള്ള എല്ലാ രീതിയിലും എന്നെ ഇല്ലാതാക്കിക്കളഞ്ഞു. എനിക്ക് പേരില്ലാതാക്കി, എന്റെ ഫാമിലി ഇല്ലാതാക്കി,
എന്റെ കരിയർ ഇല്ലാതാക്കി, ഞാൻ എന്ന് പറയുന്ന ആളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കി. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ഒരു ട്രൂത്തിലാണ്. അന്വേഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതും ഈ ലാസ്റ്റ് മൊമെന്റിലും ഞാൻ വന്നത് പറയുന്നതും എന്നോട് ചോദിക്കാനെങ്കിലും തയ്യാറാവുന്നത്. ഇത് അന്വേഷിക്കണം, അത് കോസാണ്. ഇത് സനൽകുമാർ ശശിധരന്റെ ഒരു പേഴ്സണൽ ഇഷ്യൂ അല്ല. ഇതില് ആക്രമിക്കപ്പെട്ട നടിയുമായിട്ട് ഈ വിഷയത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? എനിക്കറിയില്ല ഗൗതം, ഇതൊക്കെ അന്വേഷിച്ചാലേ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ഉറപ്പായിട്ടും അതിനകത്ത് ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. കാരണം ഈ പിന്നെ നടി ആക്രമിക്കപ്പെട്ട കേസ് ഉണ്ടായപ്പോ അത് ഏതാണ്ട് തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു. അത് ഒരു ഗൂഢാലോചനയാണെന്ന് ആദ്യമായിട്ട് പറയുന്നത് മഞ്ജു വാര്യരാണ്. ഈ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞതിന്റെ പിൻബലത്തിലാണ് പിന്നീട് അത് അന്വേഷണം നടക്കുന്നതും അത് ഇവരുടെ തന്നെ മുൻ ഭർത്താവിന്റെ അടുത്തേക്ക് അന്വേഷണം പോകുന്നതും അയാൾ ഗൂഢാലോചന നടത്തിയ പ്രതിയായിട്ട് കേസ് ചേർക്കപ്പെടുന്നതും ഒക്കെ. അപ്പോ പിന്നീട് ആ കേസിന് സംഭവിച്ച കാര്യങ്ങളും നമുക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്തായിട്ട് ആ കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നതായിട്ട് നമുക്കറിയാം. അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഘട്ടത്തിൽ മഞ്ജു വാര്യരുടെ മൊഴി എടുത്ത ഘട്ടത്തിൽ, രണ്ടാമത് ഇതിന്റെ പുനരന്വേഷണം നടക്കുന്ന സമയത്ത് ബാലചന്ദ്രകുമാർ വന്നിട്ട് മൊഴി കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് പുനരന്വേഷണം നടക്കുന്ന സമയത്ത് മഞ്ജു വാര്യരുടെ മൊഴി രേഖപ്പെടുത്തിയതിന്റെ അന്ന് അന്വേഷണ സംഘത്തെ ഡിസ്മാൻഡിൽ ചെയ്തു. അതും എനിക്കറിയാം. അന്ന് മുതലാണ് ഞാൻ ഇവരുടെ ലൈഫിന് ശരിക്കും ത്രെറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ അതിനുശേഷമാണ് ഇത് പുറത്ത് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും, വാസ്തവം ഉണ്ടാവും. ഇത് ഞാൻ ഒരു കാര്യവും കൂടി പറയാം, ഇത് സനൽകുമാർ ശശിധരന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഒരുപാട് പേർക്ക് ഇത് അറിയാം, ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് ഒരുപാട് പേർക്കറിയാം. പക്ഷെ അത് ആരും തന്നെ ഇതിനെപ്പറ്റി പുറമേ സംസാരിക്കാൻ തയ്യാറല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നോക്കുമ്പോൾ ഒരു പബ്ലിക് പെർസെപ്ഷൻ ഇതാണ്, ഈ പിന്നെ എന്താണ് ഈ സനൽകുമാർ ശശിധരൻ പറയുന്നത് തെറ്റാണ്, മഞ്ജു വാര്യർ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്, ഇങ്ങനെയൊന്നും അല്ല എന്ന ഒരു പബ്ലിക് പെർസെപ്ഷൻ ഉണ്ട്. ഞങ്ങൾ ആരെങ്കിലും ഇത് പറഞ്ഞാൽ ഇത് ഞങ്ങൾ ആക്രമിക്കപ്പെടും എന്നൊരു പ്രശ്നം ഉണ്ട് എന്ന് ആളുകൾ കരുതുന്നുണ്ട്. അതായിരിക്കാം പ്രശ്നം, ആരും പറയാത്തതിന്റെ കാരണം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പല രഹസ്യങ്ങളും പുറത്തു വരാതിരിക്കാനായിട്ട് മകളെ വെച്ചിട്ട് ദിലീപ് തന്നെയാണ് ഇത് കളിക്കുന്നതെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? അല്ല, എന്റെ സംശയത്തിന്റെ കാര്യമല്ല. ഇതിനകത്ത് ദിലീപിൽ ഇത് നിൽക്കുമോ, ഇതിന് പിന്നിൽ വേറെ ആളുകളുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്റെ ഒരു ബലമായ സംശയം ഇത് ദിലീപിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കേസല്ല. അതിന്റെ പിന്നിലേക്ക് ഇത് നീണ്ടു കിടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതേപ്പറ്റി അന്വേഷിക്കണം. അതേപ്പറ്റി കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നാൽ മാത്രമേ ഇത് കാര്യങ്ങൾ പുറത്തു വരുള്ളൂ. ഇത് അന്വേഷിക്കണമെന്ന് മാത്രമല്ല, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അന്വേഷണ ഉദ്യോഗസ്ഥർ കറപ്റ്റ് ആവാം, പക്ഷെ സമൂഹം മൊത്തം കറപ്റ്റ് ആവാൻ പാടില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഒരു വലിയ ഇഷ്യൂ നടന്നു. ഒരു സ്ത്രീയെ നടു റോഡില് റേപ്പ് ചെയ്ത കേസിനെ പറ്റിയാണ് നമ്മൾ ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് എന്ന് പറയുന്നത്. ആ കേസില് ആ നടിക്ക് നീതി കിട്ടിയില്ല എന്ന് നമുക്കറിയാം. അവരിപ്പോ ഹൈക്കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ്. അപ്പീൽ പോയിരിക്കുന്നതിൽ പോലും ആ കേസ് നടത്താൻ അവർക്ക് ഒറ്റയ്ക്ക് നടത്താനുള്ള പ്രാപ്യത ഇല്ല എന്ന് പേടിയുണ്ട് എന്നുള്ള സൂചനയാണ്. അതിനു വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് ആളുകൾ ചേർന്നിട്ട് ആ കേസ് നടത്താൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം അത്രയും പേടിയുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോ അതെന്തുകൊണ്ട് ഇത്രയും വലിയൊരു സൊസൈറ്റിയിൽ ഇതൊരു ഇഷ്യൂ അല്ല എന്നുള്ള നിലയിൽ ഇതിനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പിന്നെ ആർക്കൊക്കെ ആയാലും, ഇതിപ്പോ പുറത്തു വന്ന നടിയുടെ പേരിൽ മാത്രമല്ലാതെ അതിനകത്ത് വേറെയും ആളുകൾ ഉണ്ടെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതൊരു വലിയ ക്രൈമല്ലേ, ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. ആ ക്രൈം പുറത്തു വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ ഈ പറയുന്ന പോലെ പല കാരണങ്ങൾ കൊണ്ട് പിടിച്ച് പൂട്ടി വെച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിലൊരാളാണ് മഞ്ജു വാര്യർ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് എന്റെ ബോധ്യവും എന്റെ മനസ്സിലാക്കലും എന്നോട് അവർ പറഞ്ഞതും കൊണ്ട് ഞാൻ പുറത്തു പറയുന്നു. ഞാൻ പറയാൻ തുടങ്ങിയതാണോ? മനസ്സിലായി. താങ്കളെ ഒരുപാട് വർഷമായിട്ട് ഇത് പറയാണ്. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ രഹസ്യം താങ്കളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് അത് മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ അത് അറിയും, മഞ്ജു വാര്യർ അത് പറയും, ഇത് മറ്റു പലരെയും അപകടത്തിലേക്ക് എത്തിക്കും, അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുന്നു, അകറ്റി നിർത്തുന്നു. ഇതാണല്ലോ താങ്കൾ പറയുന്നത്.
ന്യായമായും അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇതൊരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇവരെ ഒരു ക്ലച്ചസിൽ പിടിച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ അതല്ലെങ്കിൽ ഇതിനകത്ത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂ ആണ്. രണ്ട് മനുഷ്യർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയല്ല. തീർച്ചയായിട്ടും പ്രേക്ഷകരെ, ഇവിടെ സനൽകുമാർ ശശിധരൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള ബോധ്യം, അദ്ദേഹം പറയുന്നത് വസ്തുതയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സംസ്ഥാന സർക്കാർ, ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ട ഒരു കാര്യം, പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ഒരു കാര്യം, ഇദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന ഓഡിയോ സംഭാഷണത്തിലാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അത് ഫോർജ്ഡ് അല്ലെങ്കിൽ, അത് കൃത്യമായിട്ടും മഞ്ജു വാര്യരുടേതാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഇത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. അതല്ല, താങ്കൾ അത് ഫോർജ് ചെയ്ത് അത് ഫേക്ക് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് താങ്കൾ നിർമ്മിച്ചതെങ്കിൽ താങ്കൾ യഥാർത്ഥത്തിൽ താങ്കൾ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. ഇതാണ് ക്രൈമിന് പറയാനുള്ളത്. അത് എന്തുകൊണ്ടാണ് ആ ഒരു ഡോക്യുമെന്റിൽ അന്വേഷണം വരാത്തത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അത് കേൾക്കുന്ന ആർക്കും അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന ആർക്കും അതൊരു ഒറിജിനൽ സാധനമാണ്, അത് മഞ്ജുവിന്റെ ശബ്ദമാണ് എന്ന് തോന്നുന്നേ ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. താങ്കൾ പറഞ്ഞു ഇവിടെ മഞ്ജു തോന്നേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ശാസ്ത്രീയമായ മെഷേഴ്സ് ഉണ്ട്. അല്ല, ഇവിടെ തീർച്ചയായിട്ടും ശാസ്ത്രീയമായ മെഷേഴ്സ് ഉണ്ട്. ഇവിടെ അവർ നിങ്ങളുടെ അടുത്ത് ഇന്റർനെറ്റ് കോളിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർ ഈ ഇന്റർനെറ്റ് കോളിൽ സംസാരിക്കുമ്പം അവരുടെ ഒറിജിനൽ ശബ്ദത്തിലല്ലേ സംസാരിച്ചത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അവർ ശബ്ദം മാറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു തമിഴ് ചുവയുള്ള ഇംഗ്ലീഷും കലർത്തിയ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ശബ്ദം പുറത്ത് വന്നു കഴിഞ്ഞാൽ, അവരാണ് എന്നോട് സംസാരിക്കുന്നത്, അവര് വേറെ ആരോട് സംസാരിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ കൊല്ലപ്പെടും. അവരുടെ ഇന്റർനെറ്റ് ചോർത്തപ്പെടുന്നുണ്ടായിരുന്നു, അവരുടെ ഫോൺ ഹാക്ഡ് ആണ്. ഇതെല്ലാം കൊണ്ട് അവർ കൊല്ലപ്പെടും എന്ന് അവർ പേടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ രഹസ്യമായിട്ട് കാര്യങ്ങൾ, എന്തിനാണല്ലെങ്കിൽ രഹസ്യമായിട്ട് കാര്യങ്ങൾ നീക്കുന്നത്? ഇതെന്താണ്, ഞങ്ങൾ ആരും ഇന്ത്യ ഗവൺമെന്റിനെ മറിച്ചിടുന്ന കാര്യമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ തീവ്രവാദമൊന്നും അല്ലല്ലോ, ഞങ്ങൾ പ്രേമത്തിന്റെ കാര്യമല്ലേ പറയുന്നത്. രണ്ട് മനുഷ്യർക്ക് ഒന്നിച്ച് ജീവിക്കുന്ന താല്പര്യം എന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കുന്നതിന് എന്താ പ്രശ്നം? രഹസ്യമായിട്ട് സംസാരിക്കുന്നത് എന്തിനാ? അവര് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ, 50 വയസ്സായ ഒരു സ്ത്രീ, 48 വയസ്സായ ഒരു സ്ത്രീ, ഞാനൊരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു പുരുഷൻ, 50 വയസ്സായിട്ടുള്ള ഒരു പുരുഷൻ. ഞങ്ങൾക്ക് തമ്മിൽ പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഒന്നിച്ച് താമസിക്കുന്നതിന് എന്തിനാ പരസ്പരം രഹസ്യമായിട്ട് സംസാരിക്കുന്നത്? ഇതിപ്പോ ഇനി അതല്ല, ഇയാളുമായിട്ട് എനിക്ക് ഒരു ഇതുമില്ല, താല്പര്യമൊന്നുമില്ല, ഇയാളുമായിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ അത് പുറത്ത് പറയാൻ എന്താ പ്രശ്നം? ഇത്രയും വലിയ ഇഷ്യൂ ആയിട്ട് സമൂഹത്തിൽ മൊത്തം ഉണ്ട്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ സൊസൈറ്റി മൊത്തം ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നെ 2 തവണ പലയിടത്തായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു, കോടതിയിൽ കൊണ്ടുപോകുന്നു, കോടതി ബെയിലിൽ വിടുന്നു, ഞാൻ പത്രസമ്മേളനങ്ങൾ നടത്തുന്നു, ഞാൻ ഫേസ്ബുക്കിൽ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെ ഈ സാധനം എന്തിനാ 7 വർഷം നീട്ടിക്കൊണ്ടുപോകുന്നേ? ഒരു വാചകം കൊണ്ട് തീരുമായിരുന്നില്ലേ? ഇത് എനിക്കറിയാത്ത കാര്യമാണ്, ഞാനല്ല എന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ലേ? എന്തുകൊണ്ടത് ചെയ്തില്ല? ഒരു ദിവസമാണ് ഇയാൾ പറയുന്നത്, അല്ലെങ്കിൽ 2 ദിവസമാണ് പറയുന്നത്, 1 മാസമാണ് പറയുന്നത് എങ്കിൽ ശരി. ഇനി ഞാൻ ഈ 7 വർഷമായിട്ട് പറയുമ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് എനിക്ക് ഭ്രാന്താണെന്ന്. എന്നെ അറസ്റ്റ് ചെയ്തു പോലീസ് എന്തുകൊണ്ടാണ് എന്നെ പ്രാന്താശുപത്രിയിൽ അടക്കത്ത്? എന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ കൊണ്ടുപോകുമല്ലോ അറസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പൊ എന്തുകൊണ്ടാണ് സർക്കാർ പോലീസിൽ കൊണ്ടുപോകുമ്പോൾ പോലീസിൽ നിന്ന് മെഡിക്കൽ അഡ്വൈസ് കിട്ടാത്തത്? ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാൾക്ക് ചികിത്സ വേണമെന്ന്. എന്തുകൊണ്ട് കോടതിയിൽ പോലീസ് പറഞ്ഞില്ല ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാൾക്ക് ചികിത്സ വേണമെന്ന്? എന്തുകൊണ്ട് കോടതി അതിനെ അഡ്വൈസ് ചെയ്തില്ല? നിങ്ങൾ മഞ്ജു വാര്യരുമായിട്ട് സംസാരിച്ചത് എല്ലാം ഇന്റർനെറ്റ് കോളിലായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഇന്റർനെറ്റ് കോളിലുള്ള സംഭാഷണം എന്ന് മുതൽ ആരംഭിച്ചത്? അതാ ഞാൻ പറഞ്ഞത്, 2022 സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത് വേറൊരു ID വഴി. അത് കഴിഞ്ഞിട്ട് ഞാൻ 2023 മെയ്യില് ഇവിടെ അമേരിക്കയിൽ പോയതിനു ശേഷം ഞങ്ങൾ എല്ലാം ഇന്റർനെറ്റ് കോളിലൂടെ, ഞങ്ങൾ ഫോൺ വഴി സംസാരിക്കാൻ പറ്റില്ല, കാരണം ഇവരുടെ ഫോൺ വേറെ ആളെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഫോൺ വഴി നിങ്ങൾ എപ്പോഴാണ് നേരത്തെ സംസാരിച്ചിട്ടുള്ളത്? ഫോൺ വഴി ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. അതിനുശേഷം ആ ഫോൺ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആകുമ്പോഴാണ് ഞാൻ ഇത് എന്താ കാര്യം എന്ന് അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന നോർമൽ ആയിട്ടുള്ള സംഭാഷണം പെട്ടെന്ന് ബ്ലോക്ക് ആകുമ്പോഴാണ് ഇത് എന്ത് കാരണം കൊണ്ടാണ് ബ്ലോക്ക് ആയത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ഫോണൊക്കെ വേറെ ആളാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന്. ഓക്കെ, ഈ സെക്സി ദുർഗ എന്ന് പറയുന്ന സിനിമ കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾക്ക് വാട്സാപ്പ് മെസ്സേജ് ആദ്യമായിട്ട് മഞ്ജു വാര്യർ അയക്കുന്നു. അങ്ങനെയാണല്ലോ നിങ്ങൾ തമ്മിൽ ആദ്യം കോൺടാക്ട് ചെയ്യപ്പെടുന്നത്, സംസാരിക്കുന്നത്? അതെ അതെ.
അതിനുശേഷം നിങ്ങൾ അത് 2018-ലാണ്. 2018-ലാണ്. അതെ. അതിനുശേഷം കയറ്റം എന്ന് പറയുന്ന സിനിമയിലേക്ക് പ്രവേശിക്കുന്നു. ആ സിനിമേന്റെ ഷൂട്ട് പൂർത്തിയാകുന്നു. പ്രൊമോഷണൽ വീഡിയോസ് പല ചാനലുകൾക്ക് നൽകുന്നു. ആ സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് പറ്റിയത്? അത് എന്തുകൊണ്ടാണ് തിയേറ്ററിൽ റിലീസിലേക്ക് എത്താതിരുന്നത്? കോ പ്രൊഡ്യൂസ് ചെയ്തത് മഞ്ജു വാര്യർ കൂടിയാണ്. അതെന്തുകൊണ്ടാണ് പുറത്തിറങ്ങാത്തത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആവുന്നത്. എന്തുകൊണ്ടാണ് ഇത് പുറത്തിറങ്ങുന്നില്ല എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആവുന്നത്. അത് ആ സിനിമ പുറത്തിറങ്ങാത്തതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ബിനീഷ് ചന്ദ്രൻ എന്ന് മനസ്സിലായതിനു ശേഷമാണ് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ആവുന്നത്. അതെങ്ങനെയാണ് മനസ്സിലായത്? ഈ സിനിമ പുറത്തിറക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ശ്രമം നടത്തി ഒരിക്കൽ 2021 ഓഗസ്റ്റ് സമയത്ത് ഞങ്ങൾ ഈ സിനിമ പുറത്തിറക്കാൻ വേണ്ടിയും അതിന്റെ ഒരു പിന്നെ ഇസ്തക്കോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, അതിലൊരു ഇസ്തക്കോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, അത് മഞ്ജു വാര്യർ പാടിയിരിക്കുന്നത്. ആ പാട്ട് പുറത്തിറക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ ശ്രമം ചെന്ന് എത്തിയത് ഈ ബിനീഷ് ചന്ദ്രൻ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതിനെ പറ്റി കൃത്യമായ വിവരങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇയാൾ ഇതിനകത്ത് ഇത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന്. പക്ഷെ അതേപ്പറ്റി പിന്നീട് ചോദിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ബ്ലോക്ക് ആവുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് ഇതിനകത്ത് ഇവരൊരു കൃത്യമായിട്ട് ഒരു ക്യാപ്റ്റിവേറ്റഡ് സ്റ്റേറ്റിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതും ഞാൻ ഇതുവരെ കാണാൻ പോകുന്നതും നേരിട്ട് അത് എന്റെ കണ്ണുകൊണ്ട് കാണുന്നതും ഞാൻ അത് പിന്നീട് സൊസൈറ്റിയോട് പറയുന്നതും. ക്യാപ്റ്റിവേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ വ്യക്തമായില്ല, മനസ്സിലായില്ല. അല്ല, അവര് ക്യാപ്റ്റിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ താങ്കൾക്ക് മനസ്സിലായത്? ക്യാപ്റ്റിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൃത്യമായിട്ടും ഒരു കുറച്ച് ആളുകളുടെ കൺട്രോളിലാണ്. അവരെന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരോട്ട് സംസാരിക്കണം, എന്നൊക്കെ ഉള്ളത്. ഞാൻ മാത്രമല്ല, ഇപ്പൊ മഞ്ജു വാര്യരെ ഡയറക്റ്റ് ആയിട്ട് ഞാനിപ്പോ പിന്നെ ഈ സാംസ്കാരിക പ്രവർത്തകരുടെ പ്രസ്താവന പിന്നെ ഒപ്പിടാൻ വേണ്ടി നടന്ന സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഡാൻസ് ടീച്ചർക്ക് പോലും അവരെ ഇപ്പോ വിളിച്ചാൽ ഫോണിൽ കിട്ടാത്ത അവസ്ഥയാണ്. അതാണ് ക്യാപ്റ്റിവേറ്റഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. എന്താ ഈ ഡാൻസ് ടീച്ചർ ഇവരെ ശല്യം ചെയ്തുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണോ ഫോണിൽ കിട്ടാത്തത്? അതല്ല. ഒരു പത്രക്കാർക്കും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പത്രങ്ങളുള്ള ഒരു നാടല്ലേ, ഇപ്പൊ ഇത്രയും ഇഷ്യൂ ആയ സ്ഥിതിക്ക് മഞ്ജു വാര്യരുടെ ഒരു ഇന്റർവ്യൂ ഒരു പത്രത്തിന് കിട്ടാത്തതാണോ? ചോദിക്കാത്തതാണ്. ആരും ചോദിക്കില്ലേ? ഒന്നുകിൽ ചോദിക്കാത്തതിന് കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും കാരണമുണ്ട് ഇത് പുറത്ത് വരണ്ട എന്ന് പത്രക്കാരുടെ തലപ്പത്തുള്ള ആളുകൾക്ക് തന്നെ നിർദ്ദേശം ഉണ്ടാവും ഇതേപ്പറ്റി ഇത് ചെയ്യരുതെന്ന്. അതല്ല എങ്കിൽ ഇത് അവർ ചോദിക്കുമ്പോൾ ആ ഇന്റർവ്യൂ കൊടുക്കാൻ അവർ തയ്യാറാകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവര് ഡയറക്റ്റ് ആയിട്ട് എൻട്രി അതിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ കോക്കസിനെ പറ്റി, ഒരു വലിയ മാഫിയയെ പറ്റിയാണ് പറയുന്നത്. ഈ മാഫിയ കേരള ഗവൺമെന്റിനെ, കേരളത്തിന്റെ പൊളിറ്റിക്സിനെ ഹൈജാക്ക് ചെയ്തിട്ട് കേരളത്തിന്റെ സൊസൈറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന മാഫിയയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അല്ല, ഇത് എന്നെ കൊല്ലുന്നു, എന്നെ പിന്നാലെ നടക്കുന്നു, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇങ്ങനെ ഫിലിം മേക്കേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ലോകത്ത് പല ഫിലിം മേക്കേഴ്സ് ഇത് സഫർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സത്യം പറയുന്നവരെ ഓടിച്ചിട്ടുണ്ട്, രാജ്യം വിട്ടു പോയിട്ടുണ്ട്, രാജ്യത്തിന് വെളിയിൽ പോയി വിഷം കൊടുത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളതാണ്. ഇതൊന്നും ഒരു വിഷയമല്ല. ഞാൻ പറയുന്നത് ആസ് ലോങ് ആസ് ഐ ലീവ് ഞാനിത് പറയും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയുക സത്യമായതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങളത് അന്വേഷിക്കണം. ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാലും ഞാൻ പറയുന്നത് നിങ്ങളത് അന്വേഷിക്കണം. ഇതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണം. വിട്ടുവീഴ്ച ഇല്ലാതെ അന്വേഷിക്കണം. അല്ല, ഇതിൽ നിങ്ങളിപ്പം പ്രൊമോഷണൽ പരിപാടി ഫിക്സ് ചെയ്യുന്നത് അതിന്റെ ഒരു തിയേറ്ററിക്കൽ റിലീസ് മനസ്സിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു മാസത്തിൽ ഇറക്കാമെന്ന് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ പ്രൊമോഷണൽ പരിപാടി ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ കാണാതെയാണോ നിങ്ങൾ പ്രൊമോഷണൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത്? ഇല്ല, ഈ പടം ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കൃത്യമായി ധാരണ. ഈ പടം മാത്രമല്ല, ഞങ്ങള് തുടർന്നും ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച 2 ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങൾക്ക് തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ അവിടെ നിന്നോട്ടെ, പ്രേമമാണോ കാമമാണോ എന്നുള്ളതൊക്കെ അവിടെ നിന്നോട്ടെ, അത് വേറെ കാര്യം. ഞങ്ങൾ തുടർച്ചയായിട്ട് വീണ്ടും സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച 2 ആർട്ടിസ്റ്റുകളാണ്. ഞാൻ നിരവധി കഥകൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റുകൾ അയച്ചിട്ടുണ്ട്, ഞങ്ങൾ പലപ്പോഴായിട്ട് അത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കയറ്റം കഴിഞ്ഞിട്ട് കയറ്റം പുറത്തിറങ്ങാതിരുന്ന സമയത്ത് പോലും മറ്റൊരു സിനിമ ചെയ്യാൻ വേണ്ടി, തീയാട്ടം എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ വേണ്ടി ടൊവിനോ തോമസും ഞാനും മഞ്ജു വാര്യരും പിന്നെ മുരളി ഗോപിയും അതുപോലെ കരമന സുധീറും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പുൾ ഓഫ് ചെയ്യുന്ന അവസ്ഥയിലാണ് അത് ഇല്ലാതായി പോകുന്നത്. ഈ തീയാട്ടം എന്ന് പറയുന്ന അതിന്റെ സ്ക്രിപ്റ്റ് ഈ ബിനീഷ് ചന്ദ്രന്റെ കയ്യിലുണ്ട്. ആ സ്ക്രിപ്റ്റ് ആണ് ലിഫ്റ്റ് ചെയ്തിട്ട് തുടരും എന്ന് പറയുന്ന മോഹൻലാൽ സിനിമയാക്കി മാറ്റിയിട്ടുള്ളത്.
ഈ തുടരുമെന്ന സിനിമ 500 കോടി കളക്ട് ചെയ്ത ഈ സിനിമയുടെ പ്രൊമോഷനിൽ മോഹൻലാൽ പങ്കെടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമോ? കാരണം അയാൾക്ക് അറിയപ്പെട്ടിട്ടുണ്ടാവും ഈ പടം എന്റെ സ്ക്രിപ്റ്റ് പ്ലോട്ട് ലിഫ്റ്റ് ചെയ്തതാണ് എന്ന് പുള്ളിക്ക് അറിവിട്ടിട്ടുണ്ടാവും. അത് പിന്നെ വിവാദമാകുമെന്ന് വിചാരിച്ചിട്ട് പുള്ളി അത് തുടരും അതേ സ്ക്രിപ്റ്റ് ആണോ താങ്കളുടെ സ്ക്രിപ്റ്റ്, ഈ തീയാട്ടം? അതെ, ഇത് തീയാട്ടം എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് കോട്ടയത്ത് ഒരു പ്രൊഡ്യൂസറെ കാണാൻ പോകുമ്പോൾ ഞാൻ പോയി കഥ പറയുമ്പോൾ എന്റെ കൂടെ ഈ ബിനീഷ് ചന്ദ്രനുണ്ട്, മഞ്ജു വാര്യർ റെപ്രസെന്റ് ചെയ്തിട്ട്. കാരണം മഞ്ജു വാര്യരാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നത്. അപ്പോ ഞാൻ കഥ പറഞ്ഞു തീർന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, ഈ സിനിമ എൻഡ് ചെയ്യുമ്പോൾ അതിന്റെ സ്ക്രീനിൽ ടൈറ്റിലൊക്കെ കഴിഞ്ഞിട്ട് തുടരും എന്നെഴുതി കാണിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ ഓപ്പൺ എൻഡഡ് സിനിമയാണ്, അത് അടുത്ത് തുടരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. തുടരും എന്നെഴുതി കാണിക്കുന്നു. ഈ തുടരും എന്നുള്ള പേരാണ് ഈ മോഹൻലാൽ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നത്. ആ സിനിമയ്ക്ക് ഈ തുടരും എന്നുള്ള പേരുമായിട്ട് എന്ത് ബന്ധമാണുള്ളതല്ലാതെ. ഈ തുടരും എന്ന് പറയുന്ന മോഹൻലാലിന്റെ സിനിമയും താങ്കളുടെ തീയാട്ടം എന്ന് പറയുന്ന സ്ക്രിപ്റ്റ്, ഇത് രണ്ടിന്റെ സ്ക്രിപ്റ്റിൽ തമ്മിൽ സിമിലാരിറ്റി ഉണ്ടോ? പ്ലോട്ട് തമ്മിൽ സിമിലാരിറ്റി ഉണ്ടായിരുന്നോ? ഉണ്ട്, സ്ക്രിപ്റ്റിൽ സിമിലാരിറ്റീസ് ഉണ്ട്, പല ഘട്ടങ്ങളിലും സിമിലാരിറ്റീസ് ഉണ്ട്. അത് മാത്രമല്ല, ആ സിനിമ ക്ലോസ്ലി മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്റെ സ്ക്രിപ്റ്റും ആ സിനിമയും ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് എന്റെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിട്ടുള്ള അനാവശ്യമായ റെസിഡ്യൂസ് ആ സിനിമയിൽ ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാനത് 1-2 തവണ എവിടെയൊക്കെ എഴുതിയിരുന്നു നേരത്തെ തന്നെ. ഇതൊക്കെ ആളുകൾ പലതവണ സംസാരിക്കുകയും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഇങ്ങനെ ഈ സിനിമ പ്ലോട്ട് ലിഫ്റ്റഡ് ആണെന്ന് സനൽകുമാർ ശശിധരൻ ആരോപിക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ട് ഒരാൾ പോലും ഇതേപ്പറ്റി മിണ്ടിയിട്ടില്ല. കാരണം മിണ്ടിയാൽ ഈ പറയുന്നത് പോലെ അതൊരു പണ്ടോരാസ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് പോലെ ആയിരിക്കും അത്. പല കാരണങ്ങളും പല കാര്യങ്ങളും ഇങ്ങനെ പുറത്തു വരേണ്ടി വരും. ഈ സ്ക്രിപ്റ്റ് ആര് എഴുതി, എവിടെ നിന്ന് വന്നു, ഒരു ന്യൂ കമർ ഒരു സിനിമ ഒരു ഫോട്ടോഗ്രാഫർ എഴുതിയെന്നാണ് ഇപ്പൊ പറയുന്നത്. ഇതെല്ലാം തന്നെ വലിയ വലിയ ദുരൂഹതകളുണ്ട്. ഇത് ഞാൻ പറയുന്നത് ഒരു കാര്യമല്ല. ഇപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാനിത് തുടർച്ചയായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഇതൊരു നോൺ ഇഷ്യൂ, ഇങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ള നിലയിലാണ് ആളുകൾ കണക്കാക്കുന്നത്. അങ്ങനെ കണക്കാക്കിക്കൊണ്ടാൽ ഈ ഇഷ്യൂ ഇല്ലാതാവുമോ? ഈ ഇഷ്യൂ ഇല്ലാതാവില്ല. ഇത് ചർച്ച ചെയ്ത് ഇതിനകത്ത് കൾപ്രിറ്റ്സിനെ കണ്ടുപിടിക്ക് പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ആവശ്യമാണ്, സനൽകുമാർ ശശിധരന്റെ ആവശ്യമേ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും നമ്മൾ നിർത്തുമ്പം ഇതാണ് എനിക്ക് പറയാനും ചോദിക്കാനുള്ളത്. താങ്കൾ നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മഞ്ജു വാര്യർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവർ ഒരു തോക്കിൻ മുനയിൽ വളരെ ഭീഷണിയിൽ ഒട്ടും സ്വാതന്ത്ര്യം അനുഭവിക്കാതെ ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരം പലതും ചെയ്യുന്നു എന്നാണ് താങ്കളുടെ ആരോപണം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ചർച്ച വേണം, ഇതിൽ അന്വേഷണം വേണം. താങ്കൾക്കെതിരെ കൊടുത്ത പരാതിയിലും താങ്കൾ നൽകിയ പരാതിയിലും താങ്കൾ പുറത്തുവിട്ട ഓഡിയോ സംഭാഷണം യഥാർത്ഥത്തിൽ മഞ്ജു വാര്യരുടേതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. ഇതാണ് താങ്കൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഇപ്പോൾ സർക്കാരുമാരി വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ഇവരിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷയുണ്ടോ? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല എങ്കിൽ, ഇത് ചർച്ച ചെയ്യപ്പെടാതെ ഗൗരവകരമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ മഞ്ജു വാര്യർ കൊല്ലപ്പെടാനുള്ള സാധ്യത വരെ ഉണ്ട് എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. അതിന് ഉത്തരവാദികളായിട്ട് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയൊക്കെ മാറേണ്ടി വരും. അങ്ങനെയുള്ള സാധ്യത ഉണ്ടോ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും. കാരണം ഇതൊരു ഞാൻ പറയുന്ന ഇതെന്ന് പറയുന്നത് ഒരു പെട്ടെന്നൊരു ദിവസം രാവിലെ ഉറക്കണ്ടിട്ടിരുന്ന് പറയുന്നതല്ല. ഞാനിത് കാര്യകാരണ സഹിതം പറയുകയും പരാതി കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് അന്വേഷിക്കുക എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ്. അതിലൊരു കഴിഞ്ഞ മാസം ജൂൺ മാസം 23-ാം തീയതി രമേശ് ചെന്നിത്തലയ്ക്ക്, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ നേരിട്ട് ഈ പരാതി കൊണ്ടുകൊടുത്തു. അപ്പൊ അദ്ദേഹം അത് വായിച്ചിട്ട് ഇദ്ദേഹം ഫിലിം മേക്കർ ആണ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അന്വേഷിക്കണമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത പരാതി അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഒരു ഹബീബ് എന്ന് പറയുന്ന ആള് വാങ്ങി വെച്ചു എന്നുള്ളത് വാസ്തവമാണ്. വാങ്ങി വെച്ചിട്ട് എന്നോട് പറഞ്ഞത്, ഞാൻ നമ്പർ വിളിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞത്. ഞാൻ അയാളെ തുടർച്ചയായിട്ട് 15 ദിവസം വിളിച്ചു, അയാൾ നമ്പർ പറഞ്ഞു തന്നില്ല. അതിനുശേഷം ഞാൻ അറിയുന്നത് ആ പരാതി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇല്ല, എൻട്രി ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പൊ അതിനകത്ത് എങ്ങനെ പ്രതീക്ഷ വയ്ക്കും? ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഞാൻ ഒരുപാട് കഴിഞ്ഞ സർക്കാരിനെ ഇക്കാര്യത്തിൽ തന്നെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. കാരണം പോലീസിൽ കൊടുക്കുന്ന പരാതി അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സെയിം സംവിധാനമാണ് ഇപ്പോഴും നടക്കുന്നത്, അന്വേഷിക്കുന്നില്ല. ഇതിൽ അന്വേഷിക്കണ്ടേ? അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് അന്വേഷിക്കണ്ടേ?
ഞാനൊരു പരാതി പറഞ്ഞാൽ അന്വേഷിക്കണ്ടേ? അതിന് ഈ പബ്ലിക് പറയുന്ന പോലെ എനിക്ക് ഭ്രാന്താണെന്ന് പറയുകയാണോ ചെയ്യേണ്ടത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പബ്ലിക്കില് ഈ പറയുന്ന എന്റെ സോഷ്യൽ മീഡിയയുടെ അടിയിലും ഏതെങ്കിലും വീഡിയോ വരുമ്പോൾ അതിന്റെ അടിയിലും കമന്റ് എഴുതുന്ന ആളുകൾ എനിക്ക് ഭ്രാന്താണെന്ന് പറയുന്നതല്ലാതെ ഞാൻ ലീഗൽ സിസ്റ്റത്തിന്റെ വാച്ചിലാണ്. ഞാൻ 2 കേസിൽ പ്രതിയാണ്, എന്നെ കോടതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്, എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭ്രാന്താണെങ്കിൽ ഇവരെന്താ ചെയ്യണം? നേരെ കോടതിയിൽ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ അവര് തന്നെ പറയണേ ഇയാൾ മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ ചികിത്സിക്കണ്ടേ? അല്ലെങ്കിൽ ഞാൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് പറഞ്ഞിട്ട് എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് മയക്കുമരുന്നിന്റെ ഇത് കേസ് ഉൾപ്പെടുത്തണ്ടേ? അപ്പൊ ഇതൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ ക്രിമിനൽസിന്റെ കാശ് വാങ്ങിയിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസിൽ പറയുന്നതാണ്. അതല്ലാതെ സിസ്റ്റത്തിനകത്ത് ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഒന്നും എനിക്കെതിരെ ഇല്ല. സിസ്റ്റത്തിനകത്തുള്ള അലിഗേഷൻ എന്ന് പറയുന്ന ഒരേ ഒരു അലിഗേഷനാണ്, അത് ഞാൻ മഞ്ജു വാര്യരോട് പ്രേമം പറഞ്ഞ് ശല്യം ചെയ്തു എന്ന് പറയുന്ന 2 കേസാണ്. ഞാൻ പറയുന്നത് ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു, അത് ഞങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി ഒരു കള്ളക്കേസ് മാഫിയ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള പോലീസ് ഒഫീഷ്യൽസ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കൂ. എന്തായാലും ഈ കേസ് എൻഡ് ചെയ്യണമെങ്കിൽ, ഇതൊരു ദുരൂഹതയായിട്ട് തുടരാതിരിക്കണമെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് ആവശ്യം ഇതിൽ അന്വേഷണം വേണം എന്നുള്ളതാണ്. മറ്റൊന്ന്, മഞ്ജു വാര്യർ യഥാർത്ഥത്തിൽ മൗനം വെടിഞ്ഞുകൊണ്ട് ഇതിനൊരു വിരാമം, എന്താണ് ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ, നിങ്ങൾ സനൽകുമാറുമായിട്ടുള്ള നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്, സനൽകുമാറാണോ യഥാർത്ഥത്തിൽ പ്രശ്നക്കാരനെന്ന് ഈ വിഷയത്തെ എൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് മഞ്ജു വാര്യർ രംഗത്ത് വരണമെന്നാണ് പറയാനുള്ളത്. അതില്ലാത്തിടത്തോളം കാലം ഇത് തുടരും, ഇതിന്റെ ദുരൂഹതകൾ ഇങ്ങനെ നിലനിൽക്കുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ താങ്കൾ ഒരു പ്രതിഭാധനനായിട്ടുള്ള ഒരു സംവിധായകനാണ്. ഒരാൾ പൊക്കം എന്ന് പറയുന്ന ആദ്യമായിട്ട് താങ്കൾ സംവിധാനം ചെയ്ത സിനിമ, അതിന് 2014 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച ഡയറക്ടറിന് ലഭിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നീട് 70 ദിവസത്തെ കളി, ചോല, അതേപോലെ വഴക്ക് തുടങ്ങിയ അങ്ങനെയുള്ള സിനിമകൾ ഒക്കെ ഇപ്പൊ മഞ്ജു വാര്യർ വെച്ചിട്ടുള്ള കയറ്റം, ഇതൊക്കെ ചെയ്തിട്ടുള്ള ഈ ആർട്ട് ഹൗസ് സിനിമാ മേഖലയിൽ തനതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. നിരവധി അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങളിൽ താങ്കളുടെ സിനിമകൾ പ്രദർശിക്കപ്പെട്ടിട്ടുണ്ട്. സെക്സി ദുർഗയൊക്കെ സംഘപരിവാറിന്റെ വലിയ ആക്രമണങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു സംവിധായകൻ ഇത്തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് വഴിപ്പെടുന്നു, താങ്കൾക്ക് സിനിമ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു, അതിന് ആരെയൊക്കെയോ താങ്കളെ ബ്ലോക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും താങ്കൾ സിനിമകൾ ഇനി വരും വർഷങ്ങളിൽ ചെയ്യോ, എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അഭിപ്രായം? ഇല്ല, ഇതിന്റെ സത്യം പുറത്തു വരണം. ഇപ്പോ എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സത്യം പുറത്തു വരണം. ഒരു ആർട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു മാനസിക അവസ്ഥ വേണമല്ലോ. അതല്ലാതെ ഇത് ഒരാളെ ഒരു കള്ളക്കേസിൽ കുടുക്കിയിട്ട് അയാള് ഭ്രാന്തനാണ്, അയാള് ക്രിമിനലാണ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിൽ വന്നിട്ട് ഞാൻ സിനിമ ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇതിന്റെ സത്യം പുറത്തു വരണം. അത് വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സത്യം എന്ന് പറയുന്നത് ചിലപ്പോ എന്നെ പിടിച്ച് അകത്താക്കാനോ അല്ലെങ്കിൽ ഞാൻ ഭ്രാന്തനാണെന്ന് തെളിയിക്കുന്ന സത്യമാണ്, അങ്ങനെ ആയിട്ട് കുഴപ്പമില്ല. പക്ഷെ സത്യം പുറത്തു വരണം. തീർച്ചയായിട്ടും. ഒരുപാട് നന്ദി. താങ്ക് യു.